ഒരാളിങ്ങനെ സിഗരറ്റ് വലിച്ചിങ്ങനെ പോണീൻ്റെ ഇടയ്ക്ക് അയാളിങ്ങനെ എന്തോ ഒരു വർത്താനത്തിൽപ്പെട്ടിട്ട് ആ കുറ്റി അവിടെ ഇട്ടു. ആ കുറ്റിയിൽ നിന്ന് ഒരു ചെറിയ ഇതിലേക്ക് ഇങ്ങനെ അത് പടർന്ന് ഒരു കാട് മുഴുവൻ കത്തി അമർന്ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. കൊച്ചു അശ്രദ്ധകൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തുമെങ്കിൽ, ദുന്യാവിൽ വരുത്തുമെങ്കിൽ, പരലോകത്തിന്റെ കാര്യത്തിലും ചിലപ്പോൾ ഇങ്ങനത്തെ അശ്രദ്ധകൾ വരാൻ സാധ്യതയുണ്ട്. സ്വഹാബത്ത് ഈ ഒരു നിലപാട് മനസ്സിൽ സൂക്ഷിച്ചിരുന്നവരാണ്. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചെയ്തിരുന്ന ഒരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? കാനന്നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനിൽ ഖൈരി. ജനങ്ങളൊക്കെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഖൈറിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഖൈറിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. നബിയെ, എന്തൊക്കെ ഖൈർ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നാണ് ചോദിച്ചിരുന്നത്. വകുൻതു അസ്അലഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വകുൻതു അസ്അലുഹു, പ്രവാചകനോട് ഞാൻ ചോദിച്ചിരുന്നത് അനിശ്ശരി, തിന്മയെ കുറിച്ചാണ്. മഖാഫത അൻ യുദിരികനി, എന്നെ ആ പാപം പിടികൂടുമോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ വേദിയിലൊക്കെ പലപ്പോഴും നമ്മൾ എന്താ വിശദീകരിക്കുക? ആളുകൾക്ക് സംഭവിക്കുന്ന പിഴവും കുഴപ്പവും പ്രശ്നമൊക്കെയാണ് വിശദീകരിക്കുക. അപ്പൊ ചില മനുഷ്യന്മാരിങ്ങനെ മാറി നീന്തിക്കും. ആ ചങ്ങായിക്ക് ആ സമയം കൊണ്ട് പുണ്യം കിട്ടുന്ന ഏതെങ്കിലും 2 റക്അത്ത് നിസ്കാരത്തെ കുറിച്ചോ ഒരു ദിക്റിനെ കുറിച്ചോ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഖുതുബകളും ക്ലാസ്സുകളും പ്രസംഗങ്ങളും അങ്ങനെ 100 കണക്കിന്, ഒരുപക്ഷെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോളം ഈ വിഷയത്തിൽ കണ്ടന്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ആരുമില്ല. 10,000 ലക്ഷക്കണക്കിന് ഓഡിയോകളുമായി പീസ് റേഡിയോ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് അല്ലെ. കഴിഞ്ഞ 16-ാം തീയതി മിനിയാന്ന് അതിന്റെ 10 വർഷം തികയായിരുന്നു. ഇപ്പൊ നേർപ്പദത്തെ കുറിച്ച് ഇവിടെ പറയണ്ടായി. നേർപ്പദം എന്താ? നേർപ്പദം നേരായ വായനയും വഴിയും കൊടുക്കുകയാണ്. ഓരോ ഇഷ്യൂവിനെയും, നാട്ടിലിപ്പോ ഒരു വലിയ വിഷു വരെയാണ്. ഡൽഹിയിൽ അമിത്ജിയും അതേപോലെ തന്നെ മോദി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ചായക്കടയിൽ പ്രതികരിക്കേണ്ട വിഷയമാകുമ്പോൾ അതിന്റെ അജണ്ട കൊടുക്കുകയാണ്. അതിലൊരു തഫ്സീർ എന്നും വായിക്കാൻ ഇടം കൊടുക്കുകയാണ്. അങ്ങനെ മനോഹരമായി വ്യത്യസ്തമായ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നത് സ്വഹാബത്ത് അങ്ങനെ അപഗ്രഥിച്ചതുകൊണ്ടാ. മാത്രല്ല നമ്മൾ അൽ ജുറഹ് വത്തഅദീൽ, എന്താ ശരിയും തെറ്റും എന്താണെന്ന് വേർപെടുത്തുന്ന കൃത്യമായ ഉസൂലിന്റെ ശാഖകൾ തന്നെ ഉണ്ട്. അതിനുവേണ്ടി മാത്രം ശാഖകൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. നോക്ക്, നിങ്ങൾ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചവർക്ക് പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ. മതത്തിൽ രൂക്ഷമായ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം. ഞാനിവിടെ പറയണ ഏതെങ്കിലും തെളിവ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും എൻ്റെ യൂട്യൂബിൽ നിന്നോ മറ്റോ എൻ്റെ സ്പീച്ച് കേട്ടിട്ട് അത് വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പ്രവർത്തകർ ആരെ ബന്ധപ്പെട്ടാലും അവരെന്ത് ചെയ്യുന്നറിയോ? അത് തരും, കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചെല്ലുമ്പോൾ, ഞാൻ എന്തിനാ തെളിവുദ്ധരിക്കണേ? ശരിക്ക് കേൾക്കണം. തിരുനബിയുടെ കാലത്ത് അല്ലെങ്കിൽ തിരുനബിയുടെ കാലത്തിന്റെ തൊട്ടുശേഷം ജീവിച്ചവർക്ക് പോലും അവര് മതത്തെ സീരിയസ് ആയി പഠിക്കാനും ആലോചിക്കാനും ശ്രമിക്കാതിരുന്നപ്പോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി ചെന്നപ്പോ കുറച്ചാളുകൾ സുബഹിന്റെ നേരത്താണ് വട്ടത്തിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലുക. ഓ, നല്ലൊരു കാര്യം, വേഗം ഞാൻ എന്ത് ചെയ്യട്ടെ, ആ കൂട്ടത്തിലിരുന്ന് തക്ബീർ ചൊല്ലട്ടെ എന്ന് തീരുമാനിച്ചില്ല. ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ അറിയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അടുത്ത് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ ഇങ്ങനെ ചില പരിപാടികളൊക്കെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവരോട് ചോദിച്ചത് എന്താണെന്നറിയോ? അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, നിനക്കവരോട് അവരുടെ പാപങ്ങൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് അവരെല്ലാരും കൂടി പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഫവഖഫ അലൈഹിം, അവരുടെ മുന്നിൽ നിന്നിട്ട് പറയാ, മാ ഹാദല്ലദി അറാകും തസ്നഊൻ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്, ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കല്ലെടുത്തിട്ട് തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹ് ഒക്കെ ചൊല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫഉദ്ദു സയ്യിആതികും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിനെ കുറിച്ച്, അല്ലാഹു അക്ബർ ചൊല്ലിനെ കുറിച്ച്, വട്ടത്തിലിരുന്ന് പള്ളിയിലിരുന്ന് ചൊല്ലിയതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൂടായിരുന്നോ? നിങ്ങൾ നോക്കൂ, ഹൗലായി സ്വഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ,
പ്രവാചകന്റെ സ്വഹാബത്ത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. വഹാദിഹി സിയാബഹു ലം തബൽ, പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വാനിയതുഹു ലം തുക്സർ, പ്രവാചകന്റെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ അവ മുഫ്തതിഹു ബാബി ളലാലത്തിൻ. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്, നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ ഒരു വഴിവിടുണ്ട്, എന്നിട്ട് നിങ്ങൾ ഈ ഫിത്നയുടെ വാതിൽ തുറക്കാണോ എന്നാണ്. അപ്പൊ അവർക്ക് ആ പിഴവ് സംഭവിച്ചത് എന്തുകൊണ്ടാ? അവരെ നമുക്ക് ഇരിക്കുകയാണ് ചെയ്യുക. മതം അങ്ങനെ ചെയ്യാൻ പറ്റൂല. മതം സൂക്ഷ്മമായി പഠിച്ചിട്ടേ നിർവഹിക്കാൻ പറ്റുള്ളൂ. സൂക്ഷ്മമായി പഠിക്കാതെ മതം നിർവഹിച്ചാൽ, ആചരിച്ചാൽ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ അതിൽ 100 കണക്കിന് പിഴവുകൾ ഉണ്ടാകുന്നതിന്റെ തെളിവാ. 3 ആളുകൾ പ്രവാചകന്റെ വീട്ടിൽ വന്നു. റസൂലുള്ളാഹി അവിടെ അല്ല. അപ്പൊ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ കേട്ടതിന്റെ ശേഷം അവര് എടുത്ത തീരുമാനം എന്താ അറിയോ? അമ്മാ അന ഫഇന്നി ഉസല്ലി അല്ലൈൽ ഫഇന്നി ഉസല്ലി അല്ലൈല അബദൻ, ഇനി ഞാൻ എന്നും രാത്രി നിസ്കരിക്കും. ഉറക്കൊഴിവാക്കിയിട്ട് ഞാൻ രാത്രി നിസ്കരിക്കും. അന അസുമുദ്ദഹ്ർ വല ഉഫ്തിർ, ഞാൻ ഇനി എന്നും നോമ്പ് നോൽക്കും. ഒരിക്കലും എനിക്ക് നോമ്പ് നോൽക്കാത്ത അവസ്ഥ ഉണ്ടാവില്ല. അന അഗ്തസിലു നിസാ ഫലാ തസവ്വജ് അബദ, ഞാൻ കല്യാണം കഴിക്കൂല, ഞാൻ ആരാധനയിലായിരിക്കും. 3 നല്ല കാര്യമാണ് നമുക്ക് തോന്നുക. പക്ഷേ പ്രവാചകൻ വന്ന പായിഷ ബീവി, അവർക്ക് അത്ര പരിചയമല്ലാത്ത കുറച്ച് ഡയലോഗ് പറഞ്ഞു പോയി. ഇവരെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞ എന്താ അറിയോ? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാ, ഞാൻ നിങ്ങളെക്കാളൊക്കെ അള്ളാഹിനെ പേടിക്കുന്ന ഒരാളാണ്. വാതഖാകും ലഹു, ഏറ്റവും സൂക്ഷ്മത എനിക്കാണ്. വലാകിന്നി അസൂമു വഉഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പ് ഉപേക്ഷിക്കുന്നുണ്ട്, അഥവാ സുന്നത്ത് നോമ്പ് ഇല്ലാത്ത ദിവസം എനിക്കുണ്ട്. ഞാൻ പിന്നെ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സുന്നത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല. ഇത് ഞാൻ ആർക്ക് വേണ്ടി പറഞ്ഞതാ അറിയോ? ഇതൊക്കെ ഇങ്ങനെ കാക്കക്കാരണവന്മാരായി മുൻഗാമികളായി ഇങ്ങനെ നടന്നു വരുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ അതിലങ്ങനെ പോയാ മതി എന്ന് ചിന്തിക്കണവരോടാ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളു കുടിക്കണവരല്ല തിരുത്തുന്നത്, വ്യഭിചരിക്കണവരല്ല തിരുത്തുന്നത്. നിസ്കരിക്കാം, നോമ്പ് നോൽക്കാം, പിന്നെ ഭാര്യമാരെ പോലും ഇല്ലാതെ പൂർണ്ണമായി ഒരു സൂഫിയായി ജീവിക്കാന്ന് തീരുമാനിച്ചവരോടാണ് പറയുന്നത്. ഞാൻ ജീവിച്ച പോലെ ജീവിച്ചാൽ മതി. ഇത് നമുക്ക് കിട്ടുന്ന പാടെന്താ? നമ്മളെ ദീന് നമ്മൾ കൃത്യമായി പരിശോധിച്ചെടുക്കണം. പരിശോധിച്ചേ എടുക്കാവൂ. നമ്മൾ പലപ്പോഴും ഭൂമി വാങ്ങുമ്പോൾ ശരിക്കും പരിശോധിക്കും. ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുമോ, അവിടെ പിന്നെ എന്താ പറയുക, ടൗൺ പ്ലാനിങ് അതോറിറ്റിന്റെ അതുണ്ടോ, ഇത് നിലമാണോ, ഇതൊക്കെ നോക്കും. 1 കിലോ മത്തി വാങ്ങുകയാണെങ്കിൽ വരെ നോക്കും. ഒരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ നോക്കും. 2-3 കട കയറി 3ാമത്തെ കടയിൽ നിന്ന് എടുക്കുക. എന്നാലോ ദീൻ എടുക്കുമ്പോൾ മൊത്തത്തിലൊരു പോക്കാണ്. ആ മൊത്തത്തിലുള്ള പോക്ക് വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും. എന്താ നഷ്ടം? ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇവിടെയുള്ള എല്ലാം ശരിയല്ല. ഇവിടെ അഷ്റഫ് പറഞ്ഞു, നമ്മൾ മതത്തിന്റെ കൂടി ഉള്ളിലേക്ക് വന്ന് ചിന്തിക്കുമ്പോൾ തീർത്തും ശരിയല്ല. അത് ആര് പറഞ്ഞതാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ജൂതന്മാർ 71 കക്ഷിയായി പിളർന്നു, ക്രിസ്ത്യാനികൾ 72 കക്ഷിയായി പിളർന്നു. എന്റെ ഉമ്മത്തിനി ഒരിക്കലും പിളരൂല എന്നല്ല, വസതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് പിളരുക തന്നെ ചെയ്യും. അവർ 73 കക്ഷിയായി തീരും. അങ്ങനെ 73 കക്ഷിയായി തീരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് ഒരു തെളിഞ്ഞ വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലികു, അതിന്റെ രാവ് പോലും പകൽ പോലെ പ്രകാശമാനമാണ്. ആ രാവ് പോലും പകൽ പോലെ പ്രകാശമാനമായ വഴി ഒന്നുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റക്കാര്യം ചെയ്താൽ മതി. നിങ്ങളെ ജീവിതത്തിൽ എടുക്കുന്ന ഏത് കാര്യവും ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ചതുപോലെയാണ് ആ ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ചില ആൾക്കാർ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദീനൊക്കെ ഏറ്റെടുത്ത് പഠിച്ച് നടപ്പിലാക്കാന്. അതിന് 1000കണക്കിന് ആയത്തും 10000കണക്കിന് ഹദീസും ലക്ഷക്കണക്കിന് കിതാബും അതിന്റെ അടിയിൽ നിന്ന് ഞാൻ എങ്ങനെ ഹക്ക് തീരുമാനിക്കാനാണ്? ഒറ്റ വാചകത്തിൽ മറുപടി പറയാ, ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്ന മതം എന്നാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് അതിൽ പിന്നെ ഗൂഗിൾ ഇമേജ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടും. മറ്റു മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ദൂരം പബ്ലിക് ഡൊമൈനുള്ള ഒരു കാര്യമാണ്. ആരും പേടിക്കാതെ നിർഭയം പറയും. അല്ലോ, മനസ്സിലായോ? ആരും പേടിക്കാതെ നിർഭയം പറയും. എങ്കിൽ ഞാൻ പറയുന്ന അവരൊക്കെ യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
എങ്കിൽ അവര് ഒക്കെ ഈ അലിഫും ബാവും ഒക്കെ പഠിച്ചിട്ടാ. സത്യത്തിന് വല്ലാത്തൊരു ശക്തി ഉണ്ട്. നമ്മുടെ മുന്നിലെ മറയെ പൊളിച്ചു നീക്കി അത് ഹൃദയത്തിലേക്ക് കയറും. പക്ഷേ പ്രാർത്ഥിക്കണം, റബ്ബിനോട് ചോദിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 17 തവണ മിനിമം പറയുമ്പോ അതിന്റെ അർത്ഥമറിയാതെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതൊരു വെറും വർത്താനാണ്. ആ വെറും വർത്താനത്തിന് പകരം കണ്ണ് നനഞ്ഞ് തൊണ്ടയിടറി ചുണ്ടു വരച്ച റബ്ബേ 73 കക്ഷിയിൽ ആ സത്യത്തിന്റെ കക്ഷിയിൽ എന്നെ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണം. രാത്രിയിലെ നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എന്താ? ഇഹ്ദിനി ഫീമാ ഖ്തുലിഫ്തു ഫീഹി മിനൽ ഹഖ്, ഞാൻ വഴിപിഴച്ചു പോകുന്ന വഴികളിൽ നിന്ന് എന്നെ നീ സംരക്ഷിച്ച് ശരിയിലേക്ക് എന്നെ നീ എത്തിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാള് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ കഴിയാത്ത നിരക്ഷരനാണെങ്കിൽ പോലും ഖുർആൻ പറയാ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ പഠിച്ചോ അത് എളുപ്പമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോ ഇത് നമ്മൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ധാരാളം വ്യതിയാന കക്ഷികളുണ്ട്. ആ വ്യതിയാന കക്ഷികളിലേക്ക് നമ്മളും അകപ്പെട്ടു പോകും, അല്ലെ? ഞാൻ 2 വ്യതിയാന കക്ഷികളെ കുറിച്ച് പറയാം. ഒന്ന് ഷിയാക്കളാണ്. ഷിയാക്കളും സുന്നികളും ഇങ്ങനെ 2 സെക്ടറാണ് ലോകത്ത് ഇസ്ലാമിലുണ്ട്. ഷിയ ഇസ്ലാം, അതേപോലെ തന്നെ സുന്നി ഇസ്ലാം. ഈ ഷിയ ഇസ്ലാം എന്ത് എന്നത് ലോകം ഒന്നുകൂടി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഒരുപാട് വർത്തമാനം പറയാൻ നേരല്ല കേട്ടോ. നമ്മളായിട്ടൊന്നും പറയണില്ല. നമ്മുടെ മുൻഗാമികളും പണ്ഡിതന്മാരും ഒക്കെ ഷിയാക്കളെ എങ്ങനെ വിലയിരുത്തി എന്ന് വായിച്ചു പോകാം. ഇമാം ഷാഫി പറയാ ലം അറ അഹദം മിൻ അഹ്ലിൽ ലഹ്വാഇ അശദ്ദു ബിസ്സൂരി മിൻ അർ-റാഫിള, ഷിയാക്കളിൽപ്പെട്ട റാഫിദികളോളം ഇങ്ങനെ കറ്റികെട്ടി പറയുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. മാലിക് പറയാ അല്ലദീ യശ്മിതു അസ്ഹാബൻ നബിയ്യ ലൈസ ലഹു നസീബുൻ ഫിൽ ഇസ്ലാം, പ്രവാചകന്റെ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ഇവർക്ക് എന്തൊക്കെ യോഗ്യതയുണ്ടെങ്കിലും അതൊന്നും യോഗ്യതയല്ല. അവരുടെ പഞ്ച് ഡയലോഗുകളും അവരുടെ പ്രഭാഷണങ്ങൾക്ക് പിന്നിലെ BGM ശബ്ദങ്ങളോട് കൂടിയ ഡയലോഗുകളും അതിന് മലയാളത്തിൽ അർത്ഥം കൊടുത്തതും കേട്ടിട്ട് ആരും തരിച്ചു കയറണ്ട. എന്താ കാര്യം? അവർക്ക് ഇസ്ലാമിൽ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവർക്ക് ഒരു ഓഹരിയുമില്ല. അവർ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. അവർക്ക് മുസ്ലിം പരിവേഷം കൊടുത്താരും സ്വീകരിക്കേണ്ടതില്ല. അഹ്മദ് ബിൻ യൂസുഫ് പറയാ ലൗ അന്ന യഹൂദിയൻ ദബഹ ശാതൻ വദബഹ റാഫിദിയുൻ, അദ്ദേഹം ഒരു സാങ്കല്പിക മസ്അല പറയാണ്. ഒരു റാഫിദിയായ ഷിയ അർത്ഥം എനിക്ക് തന്നു, ഇനി ഒരു ജൂതനായ വ്യക്തി അർത്ഥത് തന്നു, ജൂതന്റെത് ഞാൻ സ്വീകരിക്കും, ഈ ഷിയാക്കളത് ഞാൻ സ്വീകരിക്കുകയില്ല. ഇസ്ലാമിലെ മുൻഗാമികൾ അത്ര കൃത്യമായി പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ്യ പറയാണ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാ വമൻ സഅമ അന്ന സ്വഹാബത ഇർതദ്ദു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ നഫറൻ ഖലീലൻ ലയബ്ലഗൂന ബിദഅത അശ്റ നഫ്സൻ ഔ അന്നഹും ഫസഖു ആമതൻ ഫഹാദാ ലാ റൈബ ഫീഹി കുഫ്റുൻ. ഇവരുടെ പ്രവാചകന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെയാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വരിയിലൂടെ പൊളിച്ചടുക്കി യഥാർത്ഥത്തിൽ സമൂഹത്തിന് കൊടുക്കുന്നത്. വളരെ കൃത്യമായി മാലിക് പറയാ ഇന്നമാ ഹൗലാഇ അഖ്വാമുൻ അറാദുൽ ഖദ്ഹ ഫിൻ നബിയ്യി, നബിയെ തെറി വിളിക്കാനും നബിയെ തകർക്കാനും വേണ്ടി പുറപ്പെട്ടവരാണവർ. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെ BGMകളും അവരുടെ ധീരതയുടെ വാർത്തകളും നിങ്ങൾക്ക് വാർത്തയല്ല. ഫഖദഹു ഫിസ് സഹാബ, അവർ നബിനെ നേരിട്ട് അറ്റാക്ക് ചെയ്താൽ മുസ്ലിങ്ങൾ പിടിക്കുന്നുള്ളത് കൊണ്ട് അവരെന്താ ചെയ്തത്? സ്വഹാബത്തിനെ അറ്റാക്ക് ചെയ്തു. ഹത്താ യുഖാൽ, അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ത്? റജുലു സൂഇൻ വലൗ കാന റജുലൻ സാലിഹൻ ലകാന അസ്ഹാബുഹു സാലിഹീൻ. ആരാ പറഞ്ഞത്? റജുലു സൂഇൻ, ഒരു മോശം ചങ്ങാതി പറയാ വലൗ കാന റജുലൻ സാലിഹൻ, നബി നല്ലൊരാളായിരുന്നെങ്കിൽ ലകാന അസ്ഹാബുഹു സാലിഹീൻ, അദ്ദേഹത്തിന്റെ സ്വഹാബിമാരും നല്ല ആളുകളാകുമായിരുന്നു. അങ്ങനെ എത്രണ്ണം വേണം നിങ്ങൾക്ക്? എത്രണ്ണം വേണം? ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പോകുന്ന ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി കൊന്ന 10,000 കത്തുകൾ അയച്ചു. കത്തുകൾ തുരുതുരാ വരികയാണ്. നിങ്ങൾ വരണം, ഈ കൂഫയുടെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. എന്നിട്ടോ ആൾക്കൂട്ടത്തിൽ കൊന്നു. മൻ ഖതലൽ ഹുസൈൻ, ഹുസൈനെ കൊന്നതാരാണെന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥകർത്താവിന്റെ പ്രത്യേകത, അദ്ദേഹം ഷിയയായിരുന്നു. ഷിഈസത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ഷിഈസത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറാനുണ്ടായ കാരണം അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഖുമൈനിയുടെ കൂടെ ഒരു വീട്ടിൽ പോയി 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ
തന്റെ ബെഡിലേക്ക് ക്ഷണിച്ചു. മുത്ആ വിവാഹം എന്നൊരു പരിപാടി അവർക്കുണ്ട്. ഒരു ദിവസം മണ്ണാർക്കാട് താമസിക്കാൻ വിചാരിച്ചാൽ അവിടുന്ന് ഒരു പെണ്ണ് കെട്ടാം, അവൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ബെഡിലേക്ക് കൊണ്ടുവന്ന് എന്തു ചെയ്തു? ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവളുടെ കരച്ചിലുകൾ ദൂരത്തേക്ക് കേൾക്കാമായിരുന്നു. അതിന്റെ നൊമ്പരം സഹിക്കവയ്യാതെ ഞാൻ ഇസ്ലാമിനെ പഠിച്ചു, അങ്ങനെയാണ് ഞാൻ പോന്നതെന്ന് ഷിയാക്കൾ ഇന്നും പറയുന്നു. മുത്ത് റസൂലുള്ളാഹിക്ക് സിമ്പിൾ പോയിസൺ കൊടുത്ത് ആയിഷ ബീവി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നതാണ്, കാലഘട്ടങ്ങൾ കൊണ്ട് കൊന്നതാണെന്ന്. ബഹ്റൈനിൽ ഒരു ദഅവാ യാത്രക്ക് വേണ്ടി പോകാൻ എനിക്ക് അവസരം കിട്ടിയ സമയത്ത് അവിടെ നോക്കുന്നിടത്തൊക്കെ കണ്ടൊരു വാചകമുണ്ടായിരുന്നു, ഉമ്മുന ആയിഷ, ഉമ്മുന ആയിഷ, ഉമ്മുന ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ ബീവിയാണ് എന്ന കമന്റ്. നിങ്ങൾ ലിഫ്റ്റിൽ കയറിയാൽ ലിഫ്റ്റിൽ അത് കാണും. നിങ്ങൾ ലിഫ്റ്റിലേക്ക് കയറുന്നിടത്ത് സ്റ്റിക്കർ ഉണ്ടാകും. ലിഫ്റ്റിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഹോർഡിംഗ്സുകളിൽ 10,000 ചെലവാക്കി ബഹ്റൈനിൽ അഹ്ലുസ് സുന്ന എഴുതി വെച്ചു, ഉമ്മുന ആയിഷ, ഉമ്മുന ആയിഷ. ട്രെയിനിൽ ഉണ്ടാകും, ഫ്ലൈറ്റിൽ ഉണ്ടാകും, എയർപോർട്ടിൽ ഉണ്ടാകും. എന്തേ കാര്യം? മഹദിയായ ആയിഷ ബീവിക്കെതിരിൽ ബഹ്റൈൻ ടിവിയിലെ സംവാദത്തിനിടയിൽ ഷീ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ അവർ പറഞ്ഞു ആയിഷ ബീവി പ്രവാചകരെ കൊന്നതാണെന്ന്. ഇങ്ങനെ കടുത്ത സമീപനങ്ങൾ പുലർത്തി ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ജൂതന്റെ ക്യാമ്പിൽ നിന്നവൻ പ്ലാൻ ചെയ്ത പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഷിയായിസം. ആ ഷിയായിസം കൊല തുടരുകയാണ്. ബഷാർ അൽ ബുർദ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കൃത്യമായി 10,000 ആളുകളെ കൊന്നൊടുക്കിയതിന്റെ ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. എന്റെ വിഷയം ഞാൻ പറയുന്നത്, ഈ കക്ഷിയിലേക്ക് ഞാൻ പോകില്ല എന്ന് നമ്മളൊക്കെ ഉറപ്പിച്ചു പറയും. ആരെങ്കിലും പറയും? മണ്ണാർക്കാടുള്ള ആരെങ്കിലും പറയോ? മണ്ണാർക്കാടുള്ള കേരളത്തിലില്ലേ ഏതെങ്കിലും വ്യക്തി പറയോ? ഉമ്മുന ആയിഷ എന്ന് ബഹ്റൈനികൾക്ക് പേരെഴുതി വെക്കേണ്ടി വന്ന അലി റളിയല്ലാഹു അൻഹു മരിച്ചിട്ടില്ല. അദ്ദേഹം മേഘങ്ങളിൽ ജീവിക്കാണ്. അദ്ദേഹം ചിരിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുന്നു, അദ്ദേഹം കുരക്കുമ്പോൾ ഇടിപൊട്ടുന്നു എന്നൊക്കെ അന്ധവിശ്വാസത്തിന്റെ മണ്ടത്തരങ്ങൾ എഴുതി വെച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് പോകണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുമോ? ആരും തീരുമാനിക്കൂല. 6 വയസ്സായ പെൺകുട്ടിയെ 70-80 വയസ്സായ ഒരു കാരണോരി ബലാത്സംഗം ചെയ്യുന്നതിന് മതത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുന്ന അജണ്ടയെ ആരെങ്കിലും സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ എന്താ ഷിയാക്കൾ ചെയ്യുക? ഷിയാക്കൾ അഹ്ലുസ് സുന്നന്റെ കുപ്പായിട്ട് കടന്നു വരും, പതിയെ കയറി വരും. നമ്മൾ വിഷയങ്ങളെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ഷിയായിസം നമ്മൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പോകും. ഇതാ ഞാൻ പറഞ്ഞത്. ഞാനിത് പറഞ്ഞ ഞങ്ങള് ചിലപ്പോൾ പറയാം അതാ മൗലവി വെറുതെ പറയണായിരിക്കും. അപ്പൊ എനിക്ക് ക്ലിപ്പിടല് നിർബന്ധമാകും. അതുകൊണ്ടാണ് ക്ലിപ്പിടുന്നത്. നിങ്ങൾ പേരോട് ഉസ്താദ് തന്നെ പറയണമെന്ന് കേട്ടു നോക്കൂ. ഷിയാ വിശ്വാസം കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. ഈ അടുത്ത് എനിക്കൊരാൾ കേൾപ്പിച്ചത്, അലിയെ നീ പുലിയാണ്, പുലിയെ നീ അലിയാണ് എന്നൊരു പാട്ട്. അതൊക്കെ ഈ ഷിയാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന. ഓക്കെ, എന്താണ് അലിയെ നീ പുലിയാണ്, പുലിയെ നീ അലിയാണ്? ഇതാണ് എന്താണ് അലി റളിയല്ലാഹു അൻഹുവിന് ഡോമിനേഷൻ കൊടുക്കുക, അദ്ദേഹത്തെ കുറച്ചും കൂടി ഉഷാറായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ലൈവായിട്ട് കാണാൻ പറ്റും. ഇത് ചെയ്തത് ഇതിന്റെ ഇപ്പത്തെ ഒരു മുഖ്യ പ്രചാരണം ഏറ്റെടുത്ത് നടക്കുന്നത് കാസിമിയാണ്. അത് വീഡിയോ ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ കാണിക്കണില്ല, ഞാൻ അത് തുടർച്ചകളിലേക്ക് വരാം. അപ്പോ ഒരു കാര്യം ഉറപ്പായി, നമ്മളെ പള്ളിയിലും മദ്രസിലും നമ്മളെ വീട്ടിലും പരിസരത്തൊക്കെ ഷിയായിസമുണ്ട്. ഏത് ഷിയായിസം? ഞാൻ നേരത്തെ പറഞ്ഞ ഷിയായിസം. അയിമ്മത്ത് മുഴുവൻ തള്ളിപ്പറഞ്ഞ ഷിയായിസം അല്ലെ? അയിമ്മത്ത് മുഴുവൻ. ഒരു പണ്ഡിതൻ പറയാ, ലൗ ഖീല ലിൽ യഹൂദ്, യഹൂദികളോട് പറയാണ്, മൻ ഖൈറു അഹ്ലു മില്ലത്തിക്കും, നിങ്ങളെ മില്ലത്തിൽ ഏറ്റവും ഉഷാർ ആൾക്കാർ ആരാന്ന് വെച്ചാൽ അസ്ഹാബ് മൂസ അല്ലദീന സാറൂഹു വനസറൂഹു, മൂസ അലൈഹിസ്സലാമയെ പിന്തുണക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത മൂസയുടെ ആളുകളാണ്. വലൗ ഖീല ലിന്നസാറ, നസാറാക്കളോട് ചോദിക്കുക, മൻ ഖൈറു അഹ്ലു മില്ലത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉഷാർ ആരാന്ന് വെച്ചാൽ അവർ പറയും അസ്ഹാബു ഈസ വൽ ഹവാരിയൂൻ, ഈസ അലൈഹിസ്സലാമയും കൂടെ നിന്നവരുമാണ്. വലൗ ഖീല ലിഹാദിഹി ത്വായിഫത്തി റാഫിള, ഈ ഷിയാക്കളോട് ചോദിച്ചാൽ അവർ പറയും മൻ ശർറു അഹ്ലി മില്ലത്തിക്കും, നിങ്ങളിലെ മോശം ആൾക്കാർ ആരാന്ന് വെച്ചാൽ അസ്ഹാബു മുഹമ്മദിൻ വഅസ്വാജുഹു, പ്രവാചകരും അദ്ദേഹത്തിന്റെ ഭാര്യമാരുമാണ് എന്ന് പറയും. ഈ പറയുന്ന ഷിയായിസം നമ്മളെ അടിയിൽ വരുന്നുണ്ട് എന്ന് ആര് പറയണത്? പേരോട് ഉസ്താദ് പറയണത്. അത് പേരോട് ഉസ്താദ് എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒരു പ്രസംഗത്തിൽ അറിയാതെ പറഞ്ഞു പോയൊരു സാധനമാണെങ്കിൽ ഞങ്ങളത് മുറിച്ചിട്ട് മാച്ച് ടൈറ്റ് ആക്കൂല, ഞങ്ങൾക്ക് ഉറപ്പ് തരിക. കാരണം എന്താ പറയുക, ഞങ്ങളെ പ്രവർത്തകര് അത് എന്തിനാ ഞങ്ങൾ അങ്ങനെ ചോദിക്കും, അത് നിങ്ങളൊന്ന് ഓവറാക്കിയതല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല.
കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും എന്നുള്ള 2 സെക്ടറുകൾ അവിടെ നിലനിന്നിരുന്നു. ആ കാലം മുതൽക്കുള്ള ഇതിന്റെ രൂപം, ഷിയായിസം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നുള്ളതിന്റെ കോലം വേറൊരു ഉസ്താദ് പറഞ്ഞുതരും. അദ്ദേഹം പറയട്ടെ. പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ലോകത്തുള്ള ഇറാനി ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ചു കൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാണ്. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാണ്. എവിടെ നോക്കിയാലും ബഹ്റൈനിലുണ്ടായതാണ്, യമനിലുണ്ടായതാണ്, ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്ത് ഇനി അങ്ങനെ നടക്കൂലല്ലോ. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾക്ക് മതേതര രാജ്യമല്ലോ. ഇവിടൊക്കെ കിട്ടിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു. അജ്മീറിലൊക്കെ ചെന്നാൽ പണം ഇങ്ങനെ വെള്ളം ഒഴുകും പോലെ ഒഴുകാം. പണത്തിനൊരു പ്രശ്നം തന്നെ ഇല്ല. ഇവിടുന്ന് ഏതെങ്കിലും മലയാളിമാർ കൊടുത്തിട്ടല്ലാതെ മറിച്ച് ഇറാന്റെ ഫണ്ട് ഷിയ മതം ഇവിടെ കേരളത്തിലെ ഉലമാക്കന്മാരുടെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തിയിൽ ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നത്. അതിപ്പെട്ടാണ് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലർക്ക് അറിവ് പറഞ്ഞില്ല. ഈ കൊണ്ടോട്ടി കൈക്കാരെന്ന് അറിഞ്ഞിട്ട് കുറെ കാക്കാമാരൊന്നുമില്ല, തങ്ങന്മാരൊന്നും കേട്ടോ, പേടിക്കാൻ വേണ്ട. തങ്ങന്മാരൊന്നുമല്ല, ഫക്കീർമാരെന്ന് ഔലന വാങ്ങിയില്ല. ബോംബെ എന്ന് വന്ന ഷിയാക്കളാണ്. അവര് ബ്രിട്ടീഷുകാരുമായി ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി അവരുടെ ശമ്പളം വാങ്ങിയിട്ട് മുസ്ലിംകളെ ഷിയ മതത്തിലേക്ക് കൂട്ടി ഇവിടെ ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അവർ. അതിന് മറ്റേ കുറെ എല്ലാ സാക്ഷിയായിരുന്നു. കേട്ടല്ലോ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, നമ്മളെ ഇടയിലൂടെ ഇത് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോഴല്ല, വളരെ ദീർഘകാലമായി 920-21 കാലം മുതൽക്കു തന്നെയും ആ ശ്രമങ്ങൾ ഇവിടെ വളരെ ശക്തമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ദുഃഖുസ്താദുമാർ പറയണാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്, ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. തലച്ചോറിന്റെ ഉള്ളിൽ വിശ്വസിച്ച് നടക്കുന്ന കാര്യം പടച്ചോനും പ്രവാചകനും പഠിപ്പിച്ചതാകൂല. ചിലപ്പോ നമ്മളെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ ഇടയിലേക്ക് ഷിയയിസം വന്നിട്ടില്ല, 1 ഇഞ്ചിലും വന്നിട്ടില്ല. അതുണ്ട് എന്ന് ഇവിടെ വന്ന് തെളിയിച്ചാൽ 100% ഞങ്ങളത് പരിശോധിക്കും. അതുണ്ടെങ്കിൽ പബ്ലിക്കായി ഞങ്ങൾ പറയും, ഞങ്ങളെ ആരോ പിടിച്ചുകൂടി കെട്ടിയിരുന്നിട്ടോ, ഞങ്ങൾ ഇത് പിടിച്ചു കെട്ടിയിരുന്നിട്ടോ എന്ന് പറയും. കാരണം ഇത് പരലോകത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്. സംഘടന എന്തിനുണ്ടാക്കിയതാ? കൂട്ടായ്മ എന്തിനുണ്ടാക്കിയതാ? അവനാന്റെ പരലോകത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അതിനെ പൊളിക്കണ ഒന്നും ഒരർത്ഥത്തിലും സ്വീകരിക്കപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമ്മൾ കാണേണ്ടത്, അദ്ദേഹം പറഞ്ഞു പണം ഒഴുക്കി ഈ കാര്യമൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇവര് തന്നെയും ഇരു സമസ്തകളിലെയും ആളുകൾ, ഇരു സമസ്തകളിലുമുള്ള ഇതിന്റെ വക്താക്കളെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറയണില്ല അങ്ങനെ വ്യക്തികൾ എന്തിനാ പറയണത്? ഇസ്ലാമിൽ അങ്ങനെ വ്യക്തികളെ പറയാം. ഇപ്പൊ ഹദീസൊക്കെ ഉദ്ധരിക്കുമ്പോ ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കദ്ദാബാണ്, കള്ളനാണെന്ന് കറക്റ്റ് പറയും. അത് ദീനാണ്. ആ വ്യക്തികളെ തുറന്നു കാണിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ആളുകൾ വഞ്ചിതരാകും. നമ്മൾ ഞെട്ടുന്ന ചില വ്യക്തികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആകാശത്ത് ജീവിക്കുന്നു, പ്രവാചക തിരുമേനി ഏറ്റവും മോശപ്പെട്ട ആളാണ്, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വലിയ ഗൂഢാലോചനകൾ നടത്തിയവരാണ്. 4-5 സ്വഹാബികളല്ലാത്ത ആരും സ്വീകരിക്കാൻ പാടില്ല. മാത്രല്ല അവർക്ക് സ്വതന്ത്രമായി ഖുർആനുണ്ട്, അതേപോലെ ബുഖാരിക്ക് പകരം അവർക്ക് വേറെ കിതാബുണ്ട്. ഇങ്ങനെ സ്വതന്ത്ര മതമുള്ള ഇവരുടെ പാർലമെന്റിലേക്ക് പോയതാരാണ് എന്ന് പേരുടെ ഉസ്താദ് തന്നെ പറയട്ടെ. 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രൻ, ഈ ചന്ദ്രയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരുവനങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്.
ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ-ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ല കേട്ടോ. സിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്കാം, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. ഭയങ്കര തെക്കുബീറൊക്കെ ഒരു മുഴക്കിയല്ലോ, ഭയങ്കര തെക്കുബീറൊക്കെ മുഴക്കി. അപ്പോ അതുകൊണ്ട് പിന്നെ ഒരങ്ങോട്ട് പോലില്ല, ഒരാളങ്ങോട്ട് വിളിക്കല, ഒരങ്ങോട്ട് പോലില്ല. ഓരോ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് ഷിയാക്കൾ അങ്ങോട്ട് വിളിക്കല. അത് നൗഷാദാസിനെ എന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടോട്ടെ. അടിക്കാനാണ് ഇത്തരം ആളുകളെ പിടിച്ചുകൊണ്ടുവരുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. ആരാണ് ഇയാൾ? ഞാൻ കൽപ്പിച്ചത് വെറുതെ പറയുന്നില്ല. ഉലമാ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി കൊണ്ടുവരുന്നത് ആരാകണം? ഏറ്റവും ചുരുങ്ങിയത് സുന്നിയാകണ്ടേ? ആകണ്ടേ? ആരാണ് ഉദ്ഘാടനം? അഹ്മദുൽ ഖുവൈസി ഈ സമ്മേളനത്തിൽ ഒരൽപ്പം കാണിച്ചാൽ മതി, അയാൾ ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗമാണ്. അയാളാണ് സമസ്ത ഉലമാക്കളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആരാണ്? അഹ്മദുൽ ഖുവൈസി. ഞാൻ 2 വാദങ്ങൾ അദ്ദേഹത്തിന്റെ ഇവിടെ എടുത്തു വെക്കുന്നു. 1ഉം 2ഉം 3ഒന്നുമല്ല. അഹ്ലുസുന്നയുടെ ആലിമീങ്ങളോട് ഒരുപാട് വിയോജിപ്പുള്ള ആളാണ് അയാൾ. അത് അറിയാത്തവരൊന്നുമല്ല അവർ. ഇങ്ങനെ ഞാൻ അറിയാതെ കൊടുത്തതല്ല. കാരണം എന്താ? ഇവർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ബന്ധമുണ്ടല്ലോ. കാരണം ഇവരൊക്കെ നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോ ഭയങ്കര തെക്കുബീർ മുഴക്കണ അനുയായികളതൊന്നും പരിശോധിക്കണില്ലല്ലോ. ഒരാൾ അങ്ങോട്ട് പോകണേ, വേറൊരാൾ ഇങ്ങോട്ട് വരണേ. ഇനി ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മളെ മദ്രസന്റെ ഉള്ളിലേക്കും പള്ളിന്റെ ഉള്ളിലേക്കും ഇതൊക്കെ എങ്ങനെ എത്തുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുവഴി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇതെങ്ങനെ എത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു വ്യക്തിയെ പരിചയപ്പെട്ടാലേ നടക്കുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ സജീവമായി വരുന്ന ഒരാള്, ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരാള്, ആളെ കുറിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആളെക്കുറിച്ച് ഉസ്താദുമാരനെ പറയണതായിരിക്കും നല്ലത്. ഹംസ സാഹിബ്. കേരളത്തിൽ നല്ലൊരു ഭാഗം പത്രപ്രവർത്തകന്മാർ ഉൾപ്പെടെ ഈ ആശയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ദിരിയിൽ നേരിട്ട് അനുഭവമുള്ളതുകൊണ്ട് പറയാം, പത്രപ്രവർത്തകനായതുകൊണ്ട്. ഉൾപ്പെടെയുള്ളവരെ ലഅനത്ത് ചെല്ലുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ളവരുടെ ഇടയിൽ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ പ്രസംഗിക്കാൻ നടക്കുന്ന ഒരു ഹംസണ്ടല്ലോ, സൂഫിയായിട്ട് പ്രസംഗിക്കാൻ നടക്കുന്നത്, ഓനൊക്കെ നല്ല 1ാം നമ്പർ ഷിയക്കാരനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മേൽ വ്യഭിചാരോപണം വരെ നടത്തി മലയാളത്തിൽ. പക്ഷേ പാതിരടച്ചിട്ട് ഒരൊറ്റ കൊള്ളൂ എന്ന് ഉറപ്പ് വരുത്തിക്കണ്ടേ പറയുള്ളൂ. പുറത്തുനിന്ന് നമ്മൾക്ക് മനുഷ്യർക്ക് കുറെ ഔലിയാക്കന്മാരെ കഥയും ചരിത്രമുള്ള പറയാം. ഇപ്പോഴും മറ്റൊരു കുറച്ച് തോന്നുന്നു നമ്മളാളുകൾ നേരത്തെ ഒഴിവാക്കാൻ. അപ്പൊ ഒരാളല്ല കേരളത്തിൽ മൊത്തം നടക്കുന്നത്. അപ്പൊ അതിന് ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഷിയായുടെ പേരിൽ ഏതാനും ഇവിടെ വിജയിക്കൂല. അതിനാണ് ഈ ത്വരീഖത്തിന്റെ പേരിൽ വരുന്നത്. കണ്ടല്ലോ. അപ്പൊ ഇത് പതിയെ നമുക്ക് ക്ലാസ് എടുത്തിരുന്ന ആളുകളും നമ്മൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഇതാണ്. ഒറ്റയടിക്ക് പറയില്ല, ഒരു പരിസരം ഒരുക്കി പതുക്കെ പറയും. ഇതിപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യം വെരിഫൈ ചെയ്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഒന്ന്, ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ശുദ്ധമായ ഷിയായിസത്തിന്റെ വാചകങ്ങളുണ്ട്. നിഷേധവുമായി വരട്ടെ, അപ്പോൾ വിശദാംശങ്ങൾ പറയാം. അതേപോലെ വാതിലടച്ചിരിക്കുന്ന ചില റൂമുകളിൽ ഈ വിഷയത്തിൽ ഒരു കുറ്റാന്വേഷകനെ പോലെ പണിയെടുക്കുന്ന ചില വ്യക്തികൾ, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ബോധ്യമുള്ള ചില വ്യക്തികൾ നേരിട്ടെത്തി കേട്ട സാക്ഷ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. അത് ആവശ്യമല്ല, എന്നാലും അത് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഇനി സുഹൃത്തുക്കളെ, ഇത് സർവത്ര നമ്മുടെ ഇതിലേക്ക് എത്തുന്നതറിയോ? നമ്മളെ പലതും ത്വരീഖത്തിന്റെ ആശയാന്ന് വിചാരിച്ചിട്ടാണ് സ്വീകരിക്കുക. അത് അലവി സഖാഫി തന്നെ പറയാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞ മദ്രസയിൽ ഈ ചെറിയ ക്ലാസ് മുതൽക്ക് ഇങ്ങനെ ത്വരീഖത്ത് എന്നിങ്ങനെ പഠിച്ചു വരുന്നോണ്ട് ഇവിടെ ഷിയാക്കൾ ചെയ്തത് ത്വരീഖത്തിന്റെ വേഷം കെട്ടിയിട്ട് വന്നു. അവർക്ക് ശരിക്കും ഇമാമിയത്താണ് അവരുടെ അസ്ലി. പക്ഷേ അവർക്ക് വേറൊരു നിയമമുണ്ട്. ഓരോ നാട്ടിലും അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ അവർക്ക് ഒളിച്ചുകടത്തലുകളാകാം, മറച്ചു വെക്കലാകാം. അത് അവരുടെ ഒരു ഷർത്താണ്, അല്ലെങ്കിൽ അവരുടെ റുക്കിനിൽപ്പെട്ടതാ. ഒരു കാര്യം പറയാതെ മുണ്ടാതെ ഇങ്ങനെ വെക്കുക, അവസരം കിട്ടുമ്പോൾ മാത്രം പുറത്തെടുക്കുക. കാക്കക്കൂട്ടിൽ മുട്ടടന കുയിലിനെ പോലുള്ള പരിപാടി ഇവരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് ത്വരീഖത്തുകൾ വഴി ഇത് വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. അങ്ങോട്ടാണ് നമ്മൾ ഈ ഏരിയയിലും ഇതിന്റെ പരിസരത്തും ഞങ്ങളുടെ കേക്കോട് തൃശ്ശൂർ കുറ്റിപ്പുറപ്പാലം കഴിഞ്ഞിട്ടുള്ളതും, തൃശ്ശൂർ എത്തിയാൽ തൃശ്ശൂർ തരീഖത്ത്, അതിനപ്പുറം എറണാകുളം തരീഖത്ത്, അമ്പലത്ത് ആലുവ തരീഖത്ത്, അങ്ങനെ ഓരോ കേന്ദ്രത്തേക്കും ചേർത്തിട്ട് ഇഷ്ടംപോലെ തരീഖത്തുകളാണ്.
അതൊക്കെ ചെന്നെത്തുന്നതിന്റെ അടിസ്ഥാനം ഒരു ഷിയാ ചൊയയാണ് അതിനൊക്കെ ഉള്ളത്. ഷിയായിസത്തിന്റെ ചേരുവകൾ ഇല്ലാത്ത ഇത്തരം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ സമയം ഇല്ല. കണ്ടോ? അപ്പൊ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും ഇറങ്ങാൻ സമയം ഇല്ല എന്നാണ്. ഇത് നിങ്ങളെ സമയം ഉണ്ടാക്കണം. നിങ്ങൾ ഇട്ടുകൊടുത്ത വഴികളിലൂടെയാണ് ആളുകൾ ഇതിലേക്കൊക്കെ പോയിട്ടുള്ളത്. ഇനി മാത്രല്ല, നമ്മുടെ വീട്ടിലെ ചുമരിലും നമ്മളെ കല്യാണ നിശ്ചയ സദസ്സിലും നമ്മളെ വീടിന്റെ വീട് കുടിയിരിക്കണിന്റെ തീയതി കുറിക്കണോടത്തും നമ്മളെ യാത്ര പ്ലാൻ ചെയ്യണോടത്തും നമ്മളുടെ കടയിലും നമ്മളെ കടന്റെ ഉദ്ഘാടനത്തിലും ഒക്കെ ഷിയായിസം വരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ അവിടെ പറഞ്ഞ മാതിരി ഷിയായിസ് ഒരു തൊപ്പിയും കുപ്പായൊക്കെ ഇട്ടിട്ട് അയാം ഷിയായിസം ഹൗവാരി എന്ന് വെച്ച് വരൂല. പേരോട് ഉസ്താദ് പറഞ്ഞു ഷിയായിസം പ്രചരിപ്പിക്കാൻ ശക്തമായ ശ്രമം നടത്തുന്നുണ്ട്. പാട്ടിലൂടെയാണ് അദ്ദേഹം അപ്പൊ പറഞ്ഞത്. ഇത് ഇപ്പൊ അങ്ങനെയാണ്. എന്താ ത്വരീഖത്തും സൂഫിസും ഒക്കെ ചില ആളുകൾ ഇരുന്നിട്ട് ഭയങ്കര പാട്ടൊക്കെ ഇങ്ങനെ പാടും. അപ്പൊ പാട്ടിന്റെ കൂടെ ക്യാമ്പസും കൂടും കുടിലും കുടുംബമൊക്കെ ഇങ്ങനെ പോവാണ്. ഡയറക്റ്റ് ആശയങ്ങൾ പറഞ്ഞ് വിഷയങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് പാട്ടും പരിപാടിയും കൊട്ടും മുട്ടും ആളുകളുടെ ഇച്ഛകളെ ഇളക്കി വിട്ടുമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. ഇറാനിലെ ടെഹ്റാനിൽ കുമൈനിയിലൂടെ ഉണ്ടായ രാഷ്ട്രം, അവിടെ മുസ്ലിങ്ങൾക്ക് അഹ്ലുസുന്നക്ക് പള്ളി വെക്കാൻ പെർമിഷൻ ഇല്ല. അഹ്ലുസുന്നക്ക് പള്ളി വെക്കാൻ പെർമിഷൻ ഇല്ല. എന്റെ സഹോദരൻ നൂറുദ്ദീൻ സുലായിയുടെ കൂടെ ഉള്ളൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു. സൗദി അറേബ്യയിൽ വന്നിട്ട് എത്രയോ കാലമായി പോയിട്ടില്ല. നാട്ടിലേക്ക് പോയാൽ ഫ്ലൈറ്റ് ഇറങ്ങിയ അഹ്ലുസുന്നയാണോ പണി കഴിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ വിഭാഗം, ആ ഇറാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവർ, അവിടുത്തെ യുദ്ധം, അവിടുത്തെ കാര്യം, അതിൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ 1001 വട്ടം നമുക്ക് ആർക്കും ഉണ്ട്. അതൊന്നും ഇവിടെ സംശയമല്ല. അവിടെ കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ, അവരുടെ ഒരു എന്താ പറയാ, ലോക പോലീസ് ചമഞ്ഞ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ, അവരുടെ കുറ്റകൃത്യങ്ങൾ, അവരുടെ താന്തോന്നിത്തരങ്ങൾ, അവരുടെ അക്രമങ്ങൾ, അതിന് 1000 വട്ടം നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചോറ് വേവിക്കണീന്റെ ഇടയ്ക്ക് മുട്ട പൊഴിഞ്ഞെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് പറ്റൂല. അതാ പ്രശ്നം. ചോറ് വേവിക്കണീന്റെ ഇടയ്ക്ക് വേറെ ചെലവൊന്നുമില്ല, അതിലിട്ടെടുത്താൽ മുട്ട പുഴുങ്ങിയിട്ടുണ്ട് വരും. അതിന് വേറെ ഗ്യാസ് ആവശ്യമില്ല, അതിന് വേറെ എഫേർട്ട് ആവശ്യമില്ല. ആ പരിപാടി പറ്റൂല. ഇതൊക്കെ വെളുപ്പിച്ചെടുക്കാൻ ഒരു യുദ്ധം യൂസ് ചെയ്യാൻ പറ്റൂല. അതേ നമ്മൾ പറയണുള്ളൂ. യുദ്ധത്തിന്റെ കാര്യത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു. അതിലൊന്നും സംശയമല്ല. അരിങ്കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ ഒക്കെ കൂടെ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ കൂടെ ഇത് വെളുപ്പിച്ചെടുക്കാൻ ആരൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ യുദ്ധം ചെയ്താലും, ഏതൊക്കെ ആളുകൾ വ്ളോഗർമാർ എന്തൊക്കെ പറഞ്ഞാലും, അങ്ങനെ ഉരുളൻ കല്ലുകൾക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചവരും അതുപോലെ തന്നെ പിച്ചാത്തികൾക്ക് മുന്നിലൂടെ നടന്നുപോയവരുമാണ്. മനസ്സിലായില്ലേ ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ? അതുകൊണ്ട് അതൊരു വിഷമമുള്ള കാര്യമാവില്ല എന്ന് പറയാം. ഞാൻ പറയുന്നത്, അത് നമ്മളുടെ വീട്ടിലെ ചുമരിൽ, നമ്മളുടെ കല്യാണ തീരുമാനങ്ങളിൽ, നമ്മളുടെ വീട് കൂടൽ തീരുമാനിക്കുന്നിടത്തൊക്കെ ഷിയായിസം എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതാ ഉസ്താദ് അത് പറഞ്ഞോട്ടെ. ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നെസാണെന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. ഓക്കെ, കേട്ടല്ലോ നിങ്ങള്? ഇങ്ങനെ ഒരു വിശ്വാസം നമ്മളുടെ ഇടയിലുണ്ടോ? 1 മുതൽ 10 വരെ കല്യാണങ്ങളൊന്നുമില്ല. എന്താ കാരണം? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടും ദുഃഖാചരണവും പരിപാടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ടെഹ്റാൻ നഗരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ചെങ്ങലകൾ കൊണ്ട്, ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം, ചെങ്ങലകൾ കൊണ്ട് ശരീരത്തിൽ അടിച്ചിട്ട് ചോര ഇങ്ങനെ വാർന്ന് കുഞ്ഞുങ്ങളടക്കമുള്ള മരിച്ചു വീഴും. BBC-യും CNN അടക്കമുള്ള ലോകമാധ്യമങ്ങൾ അതിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് ഷിയായിസം വന്നതെന്നാണ് ആ പറഞ്ഞത്. പൂർത്തിയായത്? എങ്ങനെയാണ് വന്നത്? എന്നാ ഇത് വെറുതെ വന്നതൊന്നുമല്ല. ഇത് ഷിയാക്കളെ കിതാബ് നോക്കി മുജാഹിദുകൾ ഇതൊക്കെ പറയും. അങ്ങനെ ഒരു നഹ്സില്ല, അശുദ്ധ ദിവസങ്ങളില്ല. ഇത് പറയുമ്പോ ആ വേദിയിൽ മഅദിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന തങ്ങളുണ്ട്, ഖലീൽ തങ്ങളുണ്ട്. ഖലീൽ തങ്ങളുടെ കലണ്ടറിൽ ഒരിക്കൽ നോക്കുമ്പോ പെരുന്നാളിന്റെ ദിവസം പോലും നഹ്സാണ്.
നോക്കി 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 അശുദ്ധ ദിവസം, നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത ദിവസം എന്ന നിലയ്ക്ക് അള്ളാഹ് പഠിപ്പിച്ച ഒരു ദിവസവും അശുദ്ധമല്ല. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറും. 12 മാസമാണ് പടച്ചോന്റെ അടുത്തു, നമ്മളെ കലണ്ടറിൽ മാത്രമൊന്നുമല്ല. അതിൽ 4 മാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തു. 5 റമദാൻ മാസം കൂടി 5 വന്നു. ആ ബാക്കിയുള്ള മാസങ്ങൾക്കൊക്കെ തുല്യമായ പ്രാധാന്യമാണ്. ഒന്നും അശുദ്ധമല്ല, ഒരു ദിവസത്തിനോ സമയത്തിനോ ഒന്നും അശുദ്ധിയില്ല. അത് മജൂസികളുടേത്, ജൂതന്മാരുടേത് ഷിയായിസം വഴി നമ്മളെടുത്തേക്ക് കടന്നു വന്നതാണ്. 1 മുതൽ 10 വരെ ഒന്നും ചെയ്യാതെ അങ്ങനെ എന്തോ വലിയ ദുരന്തം വരാനുണ്ടെന്ന് വിചാരിച്ചിരിക്കണ അവസ്ഥ സൃഷ്ടിച്ചതാണ് എന്നാണ്. ഇത് ഷിയാ കിതാബുകളും അല്ലാത്തതൊക്കെ മറിച്ച് വളരെ ശക്തമായി വാദിക്കുകയാണ്. മറുപടി പറയണേ നമുക്ക്. ആരാ? സമസ്തന്റെ ഉള്ളിലേക്ക് ഷിയായിസം വന്നത് ഇപ്പോഴൊന്നൊന്നുമല്ല, എത്രയോ കാലമായിട്ടുണ്ടെന്ന് കൂടി തെളിയാണ്. നിങ്ങൾ കേട്ടു നോക്ക്. സംബന്ധിച്ചിടത്തോളം നമ്മുടെ പത്രങ്ങളിൽ തന്നെ കണ്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ സംഭവമില്ല എന്ന് എന്ത് അതിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ആ നിഷേധിക്കാൻ പാടില്ല. ആ വിശ്വാസം അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കണം. എന്നാൽ എല്ലാ ദിവസങ്ങളെയും സംബന്ധിച്ച് പറയുന്നതെല്ലാം ഒരുപോലെ ശരിയാണോ? അത് വേറെ കാര്യം കേട്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ന്യായവും തെളിവുണ്ടാക്കി പോവാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഷിയായിസം നമ്മളെ ഇടയിൽ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഷിയായിസം. ഏത് ഷിയായിസം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് കുത്തിയ അബൂ ലുഅ്ലുഅത്തിന് ഖബറുണ്ടാക്കി, ജാറമുണ്ടാക്കി അയാളെ ബഹുമാനിക്കുന്ന ഷിയായിസം, ലക്ഷക്കണക്കിന് അഹ്ലുസുന്നക്കാരെ കൊന്നൊടുക്കിയ ഷിയായിസം, 6 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നതിന് മതത്തിന്റെ തെളിവുകൾ കറ്റുകട്ടി ഉണ്ടാക്കുന്ന ഷിയായിസം, ആയിഷ ബീവി വ്യഭിചാരിണിയാണെന്ന് വിശ്വസിക്കുന്ന ഷിയായിസം, അതുപോലെ തന്നെ ഇത്തരം നിലപാടുകളുള്ള ഷിയായിസത്തിന്റെ വിശ്വാസങ്ങളും നിലപാടുകളും നമ്മിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞല്ലോ, പേരോട് ഉസ്താദ് പറഞ്ഞു വെച്ചതാണ് എന്ത് ഷിയായിസം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലവി സഖാഫി പറഞ്ഞു വെച്ചതാണ് ഷിയായിസം വരുന്നുണ്ട്. ആ വരുന്നുണ്ട് എന്ന് പറയണവര് തന്നെ ന്യായീകരിച്ച് അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം, ഖബറിന് സുജൂദ് ചെയ്യുക എന്നത് ഷിയാക്കൾ ചെയ്യണത് നിങ്ങൾ കണ്ടോളി. സ്ക്രീനിലേക്ക് നോക്കിയാൽ കിട്ടും. ഖബറിന് സുജൂദ് ചെയ്യുന്ന പരിപാടി ഇറാനിലുണ്ട്, ടെഹ്റാനിലുണ്ട്. ഷിയാക്കളുള്ള എല്ലാ സ്ഥലത്തും ഖബർ കിട്ടിയാൽ അവർ ചെയ്യും. ഖുമൈനിയുടെ ഖബറിന്റെ മുമ്പിലാണ് ആ സുജൂദ് നടന്നത്. ഖുമൈനിയുടെ ഖബറിന്റെ മുമ്പിലാണ് ആ സുജൂദ്. ഇതേ പരിപാടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ അപ്പോ ഉസ്താദുമാര് ചെയ്യും. ആരാണ് സാധാരണക്കാർ ചെയ്യണ? എത്രയോ വീഡിയോ ഞങ്ങൾ അടുത്തുണ്ട്. ഇന്നലെ ഞങ്ങൾ മഞ്ചേരിയിൽ കാണിച്ചിരുന്നു, കേരളത്തിൽ പലയിടത്തും കാണിച്ചിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് നേരിട്ട് വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിക്കണമെങ്കിൽ ഇയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ പ്രസംഗം തുടങ്ങുള്ളൂ. അയാൾ ചെയ്യുന്ന പരിപാടി എന്താ? ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഏർപ്പാടാണ് അയാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. അപ്പൊ ഇത് ഷിയായിസമാണ്. ആ ഷിയായിസം എവിടെയുണ്ട്? അഹ്ലുസുന്ന പഠിപ്പിച്ചത് എന്താ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബർ വയുഖഅദ അലൈഹി വയുബ്ന അലൈഹി. ഖബർ കെട്ടിപ്പൊക്കുന്നതും അതിന്മേൽ കുമ്മായം പൂശുന്നതും അതിന്മേൽ ഇരിക്കുന്നതും പ്രവാചകൻ നിരോധിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ റുഫിഅ ഖബറുഹു അനിൽ അർളി ശിബ്റ, പ്രവാചകന്റെ ഖബർ ഒരു ചാണേ ഉയർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അയിമ്മത്ത് എന്ത് പഠിപ്പിച്ചു? വഇന്നമാ ഉഹിബ്ബു അൻ യുസ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റ, ഭൂമിക്ക് മുകളിൽ ഒരു ചാൺ ഉയർത്തുന്നതേ എനിക്ക് ഇഷ്ടമുള്ളൂ എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാ. വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ. ഇനി ആരെങ്കിലും അങ്ങനെ ഖബർ കെട്ടി ഉയർത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഖബർ കെട്ടി ഉയർത്തിയാൽ വതജിബുൽ മുബാദിറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖബർ ഇദ് ഹിയ അളറു മിൻ മസ്ജിദുൽ ദിറാർ. മുനാഫിഖീങ്ങൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഐക്യം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ മുനാഫിഖിന്റെ പള്ളി പോലെയാണ് ആ കെട്ടി ഉയർത്തപ്പെട്ട ഖബറും കുബ്ബയും. അത് അടിച്ചു പൊളിക്കണം. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച
ഈ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ വാചകം ഞാൻ ഉദ്ധരിച്ചത്. നേരത്തെ ഇമാം ഷാഫിയാണ് ഉദ്ധരിച്ചത്. ആ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഖബർ ചിലർ കെട്ടി ഉയർത്തിയപ്പോ ലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ഷാഫിയ്യ, ഒരു സംഘം ഷാഫിഈ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. എന്തിന്? ഇമാം ഷാഫിയുടെ ഖബർ ചിലർ ആളുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട്, അത് പൊളിച്ചു നീക്കണം. വൈൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ, ആയിരക്കണക്കിന് ദീനാറുകൾ കൊടുത്താണ് അത് ഉണ്ടാക്കിയതെങ്കിലും ചെയ്യണം. ഇതാ ഞങ്ങളെ ന്യായം, ഇതാ ഞങ്ങളെ തെളിവ്. നിങ്ങൾ ശിയാക്കളെയാണ് പിൻപറ്റുന്നത്. മാ അന അലൈഹിൽ യൗമ വസഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ചെയ്തു എന്ന് പറയുന്നതിൽ ഖബർ കെട്ടിപ്പൊക്കുന്ന പരിപാടി കിട്ടുകയില്ല. അത് ജൂതന്മാരാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതന്മാരെയും ക്രൈസ്തവ സമൂഹത്തിലെ സുഹൃത്തുക്കളെയും അള്ളാഹു അവരുടെ മേൽ ശാപമിറക്കിയിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവര് അംബിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. മജൂസികൾ വഴി, ജൂതന്മാർ വഴി, ഷിയാക്കൾ വഴി ഇസ്ലാമിലേക്ക് അത് കൊണ്ടുവന്നു. എന്നിട്ടോ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിടത്തെ നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ ജനത, ഒരിക്കലും ഈദാക്കല്ലേ, ആഘോഷ സ്ഥലമാക്കല്ലേ എന്ന് തീരുമാനിച്ച ആ പ്രവാചകന്റെ ജനത, അവരെത്തുന്നൊരു ദൂരമാണിത്. അതുകൊണ്ട് ഷിയായിസം നമ്മുടെ ഉള്ളിലേക്ക്, മഹല്ലിലേക്ക്, നാട്ടിലേക്ക് എത്തിയതിന്റെ രണ്ടാമത്തെ ഉദാഹരണം. ഒന്ന് നസ്, രണ്ട് ഖബറിലെ സുജൂദ്. ഇനി കൈമുത്തലും തൊടലും ഈ ജാതി പരിപാടികൾ അത് ഷിയാക്കൾ ചെയ്യണ നിങ്ങൾ കണ്ടു നോക്ക്. തിരക്ക് കൂട്ടുന്നത് ഓരോരുത്തർ വന്ന് ഇങ്ങനെ അവരുടെ ഒരു മഹാൻ ഉണ്ടാകും, ആ മഹാൻ ഇങ്ങനെ മുത്തുകയാണ്, ആ മഹാൻ ഇങ്ങനെ മുത്തുകയാണ് അല്ലേ? ഇനി ഇതേ പരിപാടി തന്നെയാണല്ലോ വെറുതും. നിങ്ങൾ കണ്ടു നോക്ക്, ഇവരുടെ പരിപാടി കണ്ടു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞ? ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ ഇങ്ങനെ ഒരുപാട് പ്രശംസിച്ച് എന്താ പറയാ, വലിയ നിലക്ക് വിശദീകരിച്ചതുപോലെ എന്നെ പറ്റി നിങ്ങൾ പറയരുത്, എന്നെ പറ്റി പറയരുത്. പ്രവാചകനെ അമിതമായി പ്രശംസിക്കുന്നതും പുകഴ്ത്തുന്നതും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലക്കും അംഗീകരിച്ചില്ല അല്ലെ? എന്നിട്ടാണ് ആ പ്രവാചകന്റെ കാര്യത്തിൽ പോലും സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത, കാട്ടിക്കൂട്ടിയിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രവാചകനെ പോയി ഉമ്മ വെച്ചിട്ടില്ല എന്നൊന്നുമല്ല പറഞ്ഞ്. പക്ഷേ ഇതൊക്കെ ഒരു തരം ആചാരവും അനുഷ്ഠാനവുമായി കൊണ്ട് നടക്കുകയാണ്. പ്രവാചകന് തബറുക്കിന്റെ അസലുണ്ട്, ഇവർക്കൊക്കെയോ അതുമില്ല. ഇവരുടെ ഉമനീരും ഇവരുടെ വിയർപ്പും ഇതൊക്കെ തബറുക്ക് കൊടുക്കുന്ന പരിപാടികൾ ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താ? മറ്റൊരു കാര്യം, ഇസ്ലാമിൽ മുറിവുകളൊക്കെ ഉണ്ടാക്കി ഭയങ്കര ആ നിലക്കുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നതാരാ? ഷിയാക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കണ്ടോളിയും. കർബല ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ഇതാ കണ്ടല്ലോ, ഇത് ചെറിയ കുട്ടികളടക്കം ഇതിന് വിധേയരാവുകയാണ്. ഇതൊരു പുണ്യാണ്. നിങ്ങള് ഈദ്ഗാഹിന് പള്ളിയിൽ പോണ പോലെ, നിങ്ങൾ ളുഹറിന് പള്ളിയിൽ പോണ പോലെ ഈ സമയമായാൽ ഇവരിത് ചെയ്തോളണം. ഇതാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ലോകം ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഇനി നിങ്ങൾ നോക്ക്, ഇതേ പരിപാടി കുത്താറാത്തീപിലൂടെ നടത്തുന്നത് ആരാ? കുത്താറാത്തീപിലൂടെ നടത്തുന്നത് ആരാ? നിങ്ങൾ കണ്ടോ? കൃത്യാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രീതി ഇസ്ലാമിലുണ്ടോ? ഇങ്ങനത്തെ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടുണ്ടോ? ഇതാ ഞങ്ങളെ ചോദ്യം. ഇതിന്റെയൊക്കെ ന്യായം എവിടെ? മാൻ അലൈഹിൽ യൗമ വസഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്ന് പറഞ്ഞെടുത്ത് ഇതുണ്ടോ? ഇതില്ലെങ്കിൽ പിന്നെ ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മളെ എന്ത് ചെയ്യാത്തത്? ഇമാമത്തിനും ജമാഅത്തിനും ഒന്നും പറ്റാത്തത്. സമസ്തന്റെ പ്രമേയത്തിൽപ്പെട്ടൊരു കേസാത്. ഇതൊന്നും സമ്മതിക്കാത്ത ആളുകളെ എന്താണ്? സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ല, ഒന്നാം തരം സുന്നത്ത് ജമാഅത്ത്. അള്ളാഹു നമ്മളെ ഇതുപോലത്തെ സുന്നത്ത് ജമാഅത്ത് ഒന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെയൊക്കെ രേഖ എന്താണ്? തെളിവെന്താണ്? ഇതാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇസ്ലാമിൽ പ്രത്യേക ഇബാദത്തും കർമ്മങ്ങളൊക്കെ ഉണ്ടാക്കുക അല്ലെ? പ്രത്യേക ചാടിയിട്ട് ഓടിയിട്ടൊക്കെ ഉള്ള ദിക്ർ ആരാ? ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഷിയാക്കൾ ആദ്യം കാണിച്ചു കൊടുക്കും. ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഷിയാക്കളാണ് ഈ ജാതി പരിപാടികളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യാത്രയിലോ മറ്റോ അവരുടെ ശബ്ദം കുറച്ചുയർന്നപ്പോ നിങ്ങൾ വിളിക്കണ പടച്ചോൻ ചെവി കേൾക്കാത്ത ആളൊന്നുമല്ല എന്ന റസൂൽ തിരുത്തിയത്. നിങ്ങൾ വിളിക്കണ പടച്ചോൻ ചെവി കേൾക്കാത്ത ആളൊന്നുമല്ല അല്ലെ? അപ്പോ ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു കാര്യം റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലോ റിഫായി റാത്തീബിന്റെ പേരിൽ കണ്ടു നോക്ക് നിങ്ങൾ, ഇതേ പരിപാടിയാണ് നടത്തുന്നത്. ഇതേ പരിപാടിയാണ്. ഇതിനോട് ഭയങ്കര ആത്മീയ ആനന്ദം കിട്ടുന്നതാണ്.
അത് മറ്റു പല മതങ്ങളുടെയും ഡിവൈൻ സെന്ററുകളിലും ബാക്കിയുള്ളിടത്തൊക്കെ പോണവർക്കൊക്കെ ഇത്തരം ചില സംഭവങ്ങൾ കിട്ടാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതിനൊക്കെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് പല തോന്നലുകളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകും കേട്ടോ. അത് ആ കറാമത്തുകളൊക്കെ ഒരു ഉസ്താദ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പരിപാടി അത്തരം മേഖലകളെ ഊന്നിക്കൊണ്ടായിരിക്കും സംസാരിക്കുക എന്നുള്ളൊരു ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. എങ്ങനെയാണ് വലിയ കറാമത്തുകളൊക്കെ, അതിന്റെ ആന്തരിക സത്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അടുത്തൊരു വേദിയിൽ ഇൻഷാ അല്ലാഹ് പറയാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആനയും അമ്പാരിയും ഒക്കെ ഇബാദത്തിന്റെ ഭാഗമാകണത് ആർക്കാ? ഷിയാക്കൾക്കാണ്. ഷിയാക്കൾ കൊണ്ടുവരണങ്ങൾ കണ്ടോളിയും, ഷിയാക്കൾ കൊണ്ടുവരണങ്ങൾ കണ്ടോളിയും. ഇതേ സാധനം അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ ഏതെങ്കിലും മൃഗത്തെയോ മറ്റൊക്കെ കൊണ്ടുവന്ന് ആഘോഷം പൊടിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതിനൊക്കെ ന്യായീകരിച്ച് തെളിവ് കൊണ്ടുവന്ന് അതിനൊരു കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്ന ആളുകൾ, അവര് കൊണ്ടുവരുന്ന ഏർപ്പാടുകളും പരിപാടികളും അത് ഉണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ഇത് വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഷിയാക്കളും ത്വരീഖത്തുകാരും സൂഫികളും, സൂഫിസവും കൂടി ഇവിടെ പറഞ്ഞു പോകണം അല്ലെ? സൂഫിസവും കൂടി ഇവിടെ പറഞ്ഞു പോകണം. നമ്മളെ പ്രധാനമന്ത്രിന്റെ ഉറ്റമിത്രങ്ങളാണ് ഇപ്പൊ സൂഫികള്. അവർ പറയണത് നബി അങ്ങനെ ദീനൊന്നും പഠിപ്പിച്ചിട്ടില്ല, സ്നേഹമാണ് പഠിപ്പിച്ചതെന്നാണ്. സ്നേഹമാണ് പഠിപ്പിച്ചത്. ആരാ? മോദിക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവരാണ് പ്രവാചകൻ സ്നേഹമാണ് പഠിപ്പിച്ചതെന്ന് പറയണം. അതുകൂടി ഒന്ന് കണ്ടോളി. കിട്ടണം. വേണ്ട, കുഴപ്പമില്ല. ശരി. അപ്പോ സൂഫികൾ എന്ന് പറഞ്ഞിട്ട് അവര് പറയാ എന്ത്, ഇസ്ലാമില് അങ്ങനത്തെ ഒരുപാട് മതപരമായ പാഠങ്ങളൊന്നുമില്ല. പ്രവാചകന്റെ ഫെയില്, കൗല്, ഹാല്, സിറ് ഇതൊക്കെയാണ്. പ്രവാചകന്റെ ഫെയില്, കൗല് വാർത്താ സമ്മേളനം വിളിച്ച് പറയാ. എന്നിട്ട് മോദി സർക്കാരിനാണ് എല്ലാ പിന്തുണയും. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്തും മതവൽക്കരണം നടത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള സൂഫികള് ഇവരുടെ ചില പരിപാടികളുണ്ട്. ഇവർക്ക് ആണും പെണ്ണൊന്നും വലിയ വ്യത്യാസമൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. ആണും പെണ്ണുള്ള വ്യത്യാസമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ആ പെണ്ണുങ്ങളെ പോയി തൊടുന്നു, മുത്തുന്നു, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ ചെയ്യുന്നു. ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തി, സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ആ അനുഭവം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്റെ ഭാര്യക്ക് വലിയ നടുവേദന. അവള് പലയിടത്തും ചികിത്സക്ക് പോയിരുന്നു, മരുന്ന് കഴിക്കും, അപ്പൊ കുറച്ചു കാലം സുഖവും, പിന്നെയും ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. 6 മിനിറ്റ് ഉണ്ട് എന്ന് 1.5 മിനിറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, വേദന വരും, വല്ലാത്ത പ്രയാസം. അപ്പൊ അങ്ങനെ പലയിടത്തും അന്വേഷിച്ച സമയത്താണ് പ്രവാചക വൈദ്യത്തിലൂടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കുന്ന ഒരു വിദ്വാൻ കോഴിക്കോടുണ്ട്. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയെങ്കിലും ഭാര്യ അടക്കടക്ക് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഇയാളടുത്ത് ചികിത്സക്ക് പോകും, മരുന്ന് വാങ്ങിക്കും. അതിനിടയിൽ ഇയാൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കും, ദിക്റുകൾ ചെല്ലാൻ കൊടുക്കും, ജീവിതത്തിൽ ചിട്ടയും കാര്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നിസ്കാരത്തിനും കാര്യങ്ങളൊക്കെ വലിയ ഉപദേശം കൊടുക്കും. 1 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം ലീവിൽ വന്നു. വീണ്ടും ലീവിൽ വന്നപ്പോ ഭാര്യയുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആത്മീയ ശിക്ഷണത്തെ കുറിച്ച് വലിയ ആവേശത്തോടുകൂടി ഇടക്കിടക്ക് ഭർത്താവിനോട് ഇങ്ങനെ സംസാരിക്കും. ഭർത്താവ് തന്നെ വലിയ സംതൃപ്തിയിലാണ്. എന്തായാലും നല്ലൊരു ജീവിത ചിട്ടയിലേക്കൊക്കെ ഭാര്യ വന്നല്ലോ. അങ്ങനെ അവിടുത്തെ തർബീയത്തിനെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്ന കൂട്ടത്തിൽ ഒരു ദിവസം പറഞ്ഞു, എന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധം പോലും ഉണ്ടായിട്ടില്ല, പക്ഷെ അതൊക്കെ ആത്മീയ രതിയാണ്. ഭാര്യ ഭർത്താവിനോട് പറയാം, ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധം അടക്കം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ആത്മീയ രതിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ വ്യഭിചാരം മറ്റൊന്നുമല്ല, ആത്മീയ രതിയാണ്. അപ്പൊ ഇയാൾ കണ്ണു കൂക്കുക. അതുവരെ ഇയാൾ ഈ തർബീയത്തിൽ വലിയ ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു. ഇത് സംഗതി പിടുത്തം വിടുകയാണല്ലോ. ഇവിടെ തൊട്ടടുത്ത പ്രദേശത്ത് ഇതുപോലത്തെ ചില കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ. ഒരു തങ്ങളും
അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും ഒക്കെ സമൂഹത്തിൽ വളരെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളൊരു പ്രബോധന അജണ്ട അതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഞങ്ങൾ ഇതിവിടെ കൊണ്ടുവന്ന് എന്തിനാ അറിയോ? ഇതിപ്പോ ഇവരുടെ ഒരു കേവല ഡയലോഗായിട്ട് മാത്രം പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇതിമുക്ക് വരൂല. മറിച്ച് ഇതിനൊരു അസലുണ്ട്. സൂഫികളെടുത്തും ത്വരീഖത്തുകാരെടുത്തും ഒക്കെ ഷിയാവശ്യം വരെ എത്തുന്ന ഇടങ്ങളിലൊക്കെ ഒരു അസലുണ്ട്. ആ അസൽ ഒരു ഉസ്താദ് വളരെ പബ്ലിക്കായി സ്റ്റേജ് പറഞ്ഞ് ഞങ്ങൾ കേട്ടോളി. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല്ല് ഇതൊക്കെയും സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? മഹാനരായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ വഴിയിലേക്ക് കടന്നു വന്ന ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത് സ്വർണവും കല്ലും എന്റെ അടുത്ത് ഒരുപോലെയാണ്, രണ്ടും ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും ഇതൊക്കെയും കുല്ലും സവാ. ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരുടെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ ഇപ്പൊ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി, അതിന് കുഴപ്പമുണ്ടോ? മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു 10 കൊല്ലം മുമ്പത്തെ മാനസികാവസ്ഥയിലും സ്റ്റൈലിലാണ് ഞാൻ പറയണമെങ്കിൽ തൊള്ളിയിൽ വരേണ്ട വാക്കുകളും കാര്യങ്ങളൊക്കെ വേറെയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലായി പറയണത്. ലാ ഫർഖ ഇൻദ ഹദറത്തിഹിം ബൈന റിജാലി വൻ നിസാ എന്നൊക്കെ പറയുന്നിട്ട് ഈ സാധാരണ ആൾക്കാരെന്താ വിചാരിക്കാറിയോ? ഇതേതോ ബുഖാരിന്റെ ഹദീസാണ്. ഇത് ഇവര് ഇയാളുടെ പേരിൽ കെട്ടിണ്ടാക്കിയ മാലയിൽ ഇവരെഴുതിച്ചത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും അറബി വാചകം വായിച്ച അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പോണേ, അല്ലെങ്കിൽ സ്റ്റോപ്പ് കിട്ടുന്നിടത്തൊക്കെ ആമീൻ പറയുന്ന കാലത്തൊന്നൊക്കെ സമുദായം പോയിട്ടുണ്ട്. ഉസ്താദ് എന്ത് അറബി പറഞ്ഞാലും നിർത്തുന്നിടത്ത് ആമീൻ എന്നറിയും. ആ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വിഷയം പഠിച്ചിട്ടുണ്ട്. ജനങ്ങൾ വിഷയം പഠിച്ചതിന്റെ വലിയൊരു സംഭവം, ഉണ്ടായൊരു സംഭവം അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനം കാണിച്ചു തരാം എന്താ ഉണ്ടായത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് കാര്യം. ഇതൊക്കെ നടത്തുമ്പോ ഇതൊക്കെ നടത്തണീന് ഓർക്കതൊന്നുമില്ല. ഓരോരു പെണ്ണ് നിലനിൽക്കല്ലൊന്നുമല്ല ഇതൊന്നും ചെയ്യണത്. ഒരാണ് എന്നുള്ള നിലക്കല്ല ഇതൊന്നും ചെയ്യണത്. ഇതൊക്കെ അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണെന്നാണ്. ഇതിനെന്താ ഇസ്ലാമിൽ അസലുള്ളത്? എന്നിട്ട് നിസ്കരിക്കൂല ചില ആൾക്കാർ. മൂപ്പര് മക്കത്ത് മാത്രമേ നിസ്കരിച്ചുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസാനത്തെ നിസ്കാരം ഏതായിരുന്നു? ഇശാ നമസ്കാരമായിരുന്നു. ഇശാ നമസ്കാരത്തിന് ലോകത്തിന്റെ റസൂല് പോയൊരു രൂപമുണ്ട്. തുഫൈൽ റളിയല്ലാഹു പ്രവാചകന്റെ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെയും തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അങ്ങനെ പോവാണ്. കാല് നിലത്ത് വലിക്കുന്നുണ്ട്. പ്രവാചകന് നടക്കാൻ വയ്യ, തളർന്നിരിക്കുന്നു, അവശനായിരിക്കുന്നു. അവശനായ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ പാരായണം കേട്ട് ജീവിതത്തിലെ അവസാനത്തെ റക്അത്ത് നമസ്കരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലാത്ത എന്ത് യോഗ്യതയാണ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള എന്ത് അറിവാണ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള എന്ത് ബോധ്യമാണ് നിങ്ങൾ ഈ പറയുന്ന ശൈഖന്മാർക്ക് കിട്ടിയത് നിങ്ങൾ ജനങ്ങളോട് പറയണം. ഇവർക്കതൊക്കെ പുല്ലാണ് സഹോദരന്മാരെ. നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട 100 കണക്കിന് തെളിവുകൾ ഉദ്ധരിക്കും, 1000 ആയത്തുകൾ ഉദ്ധരിക്കും. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു പോകാം. സൂറത്ത് ഗാഫിറിൽ 60 വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് തേടിക്കോ, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നോട് അങ്ങയെക്കുറിച്ച് ചോദിച്ചാൽ, എന്റെ അടിമകൾ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ് ദാഇ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറയണം. അപ്പൊ ഞങ്ങൾ പാപികളല്ലേ, തെറ്റുകാരല്ലേ എന്ന് ചിന്തിക്കുന്ന അവരോട് അങ്ങ് വിളിച്ചു പറയണം. ഖുൽ നബിയേ പറയാ, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് തെറ്റ് ചെയ്ത അടിമകളോട് അങ്ങ് പറയുക, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന്. അങ്ങനെ പൊറുക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസിഅൻ നഹാർ.
ലിയതൂബ മുസീഉൻ നഹാർ, പാപം ചെയ്തവന്റെ മുസീഉൻ നഹാറിന്റെ പകലിൽ തെറ്റു ചെയ്തവന്റെ പാപം സ്വീകരിക്കാൻ വേണ്ടി പകലിലും, വ യബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈലി, രാത്രി തെറ്റ് ചെയ്തവന്റെ സ്വീകരിക്കാൻ പകലിലും റബ്ബ് കാത്തു നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇതൊക്കെ പടച്ചോൻ പറഞ്ഞിട്ടു നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോടാണ് തേടുന്നതെങ്കിൽ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർകിക്കും, പരലോകത്ത് ആ ശിർക്കിനെ നിഷേധിക്കും. അങ്ങനെ ഇഷ്ടം പോലെ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഇവരെന്താ പറയാറിയോ, നിങ്ങൾ ഈ പറയണതൊക്കെ പ്രാർത്ഥനയെ കുറിച്ചാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ സഹായ തേട്ടേ നടത്തുന്നുള്ളൂ, ഞങ്ങൾ കൊടുത്ത കഴിവില്ലെന്നേ ചോദിക്കണുള്ളൂ. അല്ലേ? നമ്മളെ ഖലീൽ തങ്ങൾ തന്നെ അതൊന്ന് പറയട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കള്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങള്, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് എന്താണ്? അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ആർക്കും കഴിയില്ല. അപ്പൊ അള്ളാഹു തആലക്ക് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹി യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫിൽ ഹയാത്ത് വഫിൽ ബഅദൽ ഹയാത്ത് ബിലാ ഹദ്ദിൻ വലാ ഹസ്രിൻ. ഒരതിർത്തിയും ഒരു പരിധിയില്ലാതെ, അതാ ബിലാ ഹദ്ദിൻ വലാ ഹസ്രിൻ എന്ന് പറഞ്ഞ ഒരു അതിർത്തിയും ഒരു പരിധിയില്ലാതെ ഇഷ്ടം പോലെ കഴിവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? മരിച്ചോൽക്കും ജീവിച്ചിരിക്കുന്നവരായ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളെ മുനമ്പത്തെ ബീവിയും പെടും. ഒരു പേരറിയില്ല, മശഹൂറി കുറവില്ല എന്ന് പറഞ്ഞേ, ഒരു പേരും അഡ്രസ്സൊന്നും അറിയില്ല. പക്ഷേ എന്താ, ഓരോ അതിൽ പെടും കേട്ടോ. ഇതൊക്കെ അതിൽ പെടുന്ന കേസാണ്. ശരി, ഇനി എന്നാൽ ഇപ്പൊ എത്തിപ്പെട്ടത് സംഭവം എന്താ അറിയോ? ഇപ്പൊ എത്തിപ്പെട്ടത് ഓരോരുത്തരും ഇങ്ങനെ ഇവര് പഠിപ്പിച്ച 100 കൊല്ലായിട്ട് ഇവിടെ പഠിപ്പിച്ച ഒരു അസലുണ്ട്. എന്താ, ഔലിയാക്കൾക്കും മഹാത്മാക്കൾക്കും ഒക്കെ ഇഷ്ടം പോലെ കഴിവുണ്ട്. ഓരോ നിസ്കരിക്കണില്ലെങ്കിലും നോമ്പോൽക്കണില്ലെങ്കിലും ഓരോ കൗലിയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. ഓരോരുത്തരും ത്വരീഖത്തും പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ കെട്ടുപൊട്ടിയപ്പോ പറയേണ്ടി വന്നത് പരിധിയൊക്കെ ഉണ്ട് എന്ന്. എത്ര കാലം സഹോദരങ്ങളെ ജനങ്ങൾ വിശ്വസിച്ചൊരു അടിസ്ഥാന വിശ്വാസത്തെയാണ് ഇവിടെ പൊളിക്കുന്നത്. പേരോട് പറയട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പൊ കൊടുത്ത കഴിവ് എന്ന് 100 കൊല്ലം പറഞ്ഞോര് അതിന് പിന്നോട്ട് പോവുക. നമ്മൾ അന്നും പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒരു കഴിവും പ്രാർത്ഥന സ്വീകരിക്കാനുള്ള, കുഞ്ഞുങ്ങളെ നൽകാനുള്ള, രോഗം മാറ്റി കൊടുക്കാനുള്ള, ഇങ്ങനെ അഭൗതികമായ ഒരു കഴിവും ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. ജിന്നിനും മലക്കിനും ഒന്നും അഭൗതിക കഴിവില്ല എന്ന് പറയേണ്ടി വന്നതും അതിന്റെ പേരിൽ ജിന്ന പൂജകരായി ചിത്രീകരിക്കേണ്ടി വന്നതൊക്കെ ഇതുകൊണ്ടാ സഹോദരന്മാരെ. ഇതൊന്നും അറിയാത്തവർക്ക് എന്താ അറിയോ, സംഘടനയിൽ ലെറ്റർ ഹെഡൊക്കെ വെച്ചിട്ടാണ് സ്വീകരിച്ചാൽ മതി. നമുക്ക് പറ്റൂല. നമുക്ക് ഇവരോട് വർത്താനം പറഞ്ഞ് നിൽക്കാണ്ട്, ഇവരോട് തൗഹീദ് പറയാണ്ട്. കേട്ടില്ല നിങ്ങളയാൾ പറഞ്ഞ് എന്താ, അങ്ങനെ കൊടുത്തൊരു കഴിവില്ല. ഞാൻ വേറെ മുസ്ലിയാരെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാം. അദ്ദേഹം പറയട്ടെ. അള്ളാഹുവിനുണ്ട് ആ കഴിവ്. അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്ന ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, അയ്യർസുഖു മൻ യശാഉ മിൻ ഖൽഖിഹി വയുഅതീഹി അതാഅൻ കസീറൻ ജസീലൻ
വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസ്നിൻ, ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല, 2000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല, 10000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. വലാ തഅദാദിൻ, എണ്ണി കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മുജാഹിദ് മൗലവിന്റെ ലോകത്താകെ നടന്നുള്ള വെല്ലുവിളിയാ. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ഭാഗത്ത് കേട്ടാൽ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് വിശ്വാസമില്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല. നുണ പറയാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ? നിങ്ങൾ പഠിച്ച ഖുർആനിലും ഹദീസിലും ഉള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള തെളിവല്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ലാത്ത മസല ഇത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശമാരി കൊടുക്കും. ചിലപ്പോ യൂസുഫ് അലിക്ക് കൊടുത്ത മാതിരി അദ്ദേഹത്തിന്റെ നാട്ടിലെ വേറൊരു യൂസുഫിന് കൊടുക്കൂല. മനസ്സിലായില്ലേ? മോദിക്ക് അധികാരം കൊടുത്തു. അങ്ങനെ അള്ളാഹു മനുഷ്യനെ അവന്റെ വിഭവങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് അള്ളാഹുവിന്റെ കഴിവ് അടിമകൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാക്കി വ്യാഖ്യാനിച്ച് ചിത്രീകരിക്കുകയാണ്. ഇത് വിശ്വസിച്ച് എത്ര മനുഷ്യന്മാര് മൊഹീദ്ദീൻ ഷേഖിന്റെ അടുത്ത് നിന്ന് കൊടുത്ത കഴിവ് ചോദിച്ചു, അമ്പർത്ത് തങ്ങളുടെ അടുത്ത് ചോദിച്ചു, അല്ലെ? അല്ലെങ്കിൽ അമ്പംകുന്ന് ഷേഖിന്റെ അടുത്ത് പോയി ചോദിച്ചു. മൂപ്പർക്ക് സഹായിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. ചില ജാറങ്ങളൊക്കെ ചില സ്പെഷ്യൽ ജാറങ്ങളാണ്. ചിലയിടത്ത് പോയാൽ കുട്ടികളെ കിട്ടും, വേറെ ചിലയിടത്ത് പോയാൽ ബുദ്ധിമുട്ട് മാറും. ഇങ്ങനെ ഓരോ കഴിവോടെ കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നാ പഠിപ്പിച്ച്. പേരോട് ഖണ്ഡിക്കാണ് അദ്ദേഹം പറയട്ടെ. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ, ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മളെ നാട്ടിലൊരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതിന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി, പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. കണ്ടല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ ഇവരുടെ ഈ വിശ്വാസവും വാദവും കേട്ട് മരിച്ചുപോയ മനുഷ്യരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവരുടെ ഈ പ്രസംഗങ്ങളും വഴലുകളും നീട്ടി മനോഹരമായി നടത്തുന്ന ഈ സ്പീച്ചുകളൊക്കെ കേട്ടിട്ട് എത്ര മനുഷ്യന്മാർ, അതേ പറഞ്ഞേ, കൊച്ചു അശ്രദ്ധകൾ കൊണ്ട്, പഠിക്കാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്, പരലോകമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നാളെ പരലോകത്ത് നടക്കുന്ന വല്ലാത്തൊരു പരാതിയുണ്ട് റബ്ബിന്റെ മുന്നിൽ. ഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫളല്ലൂന സബീലാ. പടച്ചോനെ, ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ കൂട്ടത്തിലെ വലിയ ആളുകളുമൊക്കെയാണ് ഞങ്ങളെ പറ്റിച്ചത്, ഞങ്ങളെ വഴി പിഴപ്പിച്ചത് അവരാണ്, ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ്. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബി വലഅനഹും ലഅനൻ കബീറാ. പടച്ചോനെ, അവരെ നീ ശക്തമായി ശപിക്കുകയും ഇരട്ടിക്കരട്ടി അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യണേ. ഈ അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോഴും പഴയ വാദത്തിൽ നിൽക്കുന്ന ഒരു മുസ്ലിയാരുണ്ട്. ഇവരെ മുജാഹിദുകൾ 8ആയി പിളർന്നു എന്ന് പറഞ്ഞു. ഇവരെ എത്രണ്ണായിട്ടാ പിളർന്ന്? ഇന്നലെ മഞ്ചേരിയിൽ നമ്മളതൊന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, കാണാൻ പറ്റുന്നവർ കാണുക. നമ്മുടെ പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ പരിധിനെ കുറിച്ചുള്ള മറ്റേ മുസ്ലിയാരുടെ, നമ്മൾ മുജാഹിദീങ്ങളായിട്ട് സംവാദം നടത്തിയ കാലത്തെ അവസ്ഥ അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാണ് ഈ പരിധി വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചെറിയ കുട്ടിയായ കാലം മുതൽ നമ്മൾ പഠിച്ചതല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്നു. ഒരു കൈയും കണക്കും അതിനില്ല, ഒരു പരിധിയുമില്ല. ഇത് വഅദ് പറഞ്ഞവരല്ലേ നമ്മൾ, ഇത് കേട്ടവരല്ലേ നമ്മൾ. എന്നിട്ടതാ കറാമത്തിന് പരിധിയുണ്ട്. എന്താ പറഞ്ഞത്? അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തായി ഉണ്ടായത് ഔലിയാക്കന്മാർക്ക് കറാമത്തായി വരും.
പഴയ കാലത്ത് മുഅ്ജിസത്തും കറാമത്തൊക്കെ ഉണ്ടായത് പിന്നീട് ആവർത്തിക്കും. അതിന് ഒരു പറയാ, മറിയം ബീവിക്ക് കുട്ടിയുണ്ടായി ഭർത്താവില്ലാതെ, അതൊരു കറാമത്താണ്. പക്ഷേ ഇനിയൊരു ബീവി വന്നിട്ട്, ഒരു വലിയത്തായ ബീവി വന്നിട്ട്, ഓക്കെ, അത് പേരോടുള്ള മറുപടിയാണ്. അതുപോലെ പറഞ്ഞോട്ടെ. അപ്പോ പരിധി സംബന്ധിച്ചുള്ള കാര്യം, അപ്പൊ തൗഹീദിന്റെ അസ്ലിലാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ പിഴവുകൾ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാ? ഈ പറയുന്ന ഷിയാക്കളുടെയും സൂഫികളുടെയും ത്വരീഖത്തുകാരുടെയും കിതാബുകളിൽ നിന്ന് ദീനെടുക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ പോയി അവസാനം എന്തായി? മടവൂരി ഞങ്ങളെ പടച്ചോനാണെന്ന് പാട്ടുപാടിനോടത്തേക്ക് എത്തി. നിങ്ങൾ കേട്ടോളി. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയേണ്ടേ, ഞങ്ങളെ പടച്ചോൻ അറിയേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയേ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. ഇനി വിഗ്രഹങ്ങളെ പൂജിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തുന്ന ഒരു കാലഘട്ടം വരും. ഈ ജസീറത്തുൽ അറബിൽ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ച് നമ്മൾ ആലോചിക്കണം. ഇത് ഇയാൾ വെറുതെ പാടിയതൊന്നുമല്ല. വേദിയിൽ വെച്ച് അനല്ലാ എന്ന് മടവൂര് തന്നെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടു നോക്ക്. ഇന്നും മടവൂരി ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാജുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. ഹല്ലാജുൽ മൻസൂർ എന്താ റൊട്ടിന് കടിച്ചിട്ട് റബ്ബൻ ഏക്കൂല റബ്ബൻ നടന്നു അല്ലേ? ഈ കാറ്റഗറിയിൽപ്പെട്ട ഇബ്നു അറബിനെ പോലത്തെ ആളുകള് അള്ളാഹിനെ തിന്നുന്നു, റൊട്ടി അള്ളയാണ്, തിന്നുന്ന ആളും അള്ളയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഏതുവരെ എത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ലാ കണ്ണ ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാന്ന് അമ്പംകുന്തിലെ മറവിട്ട് കിടക്കുന്ന വ്യക്തി ദിക്റായി ചൊല്ലിയിരുന്നു എന്നാണ്. കണ്ണും കാലും കയ്യും ഒക്കെ അള്ളയാണ്. ഇതുപോലത്തെ അദ്വൈതത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെ കാത്ത റബ്ബിനെ നമുക്ക് ആത്മാർത്ഥമായി അവനെ സ്തുതിക്കണം. ഞാൻ ഇവിടെ ഉടനീളം സംസാരിച്ച കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് അതിന് സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ജില്ലാതല പ്രഖ്യാപനമാണ് നടന്നത്. ഇതിൻ്റെ അനുബന്ധമായി നിർദ്ദേശിക്കപ്പെട്ട അയൽക്കൂട്ടങ്ങളും പരിപാടികളും അതുപോലെ തന്നെ സ്ക്വാഡ് വർക്കുകളൊക്കെ നടത്തി സമൂഹത്തിലേക്ക് ഇത് എത്തിക്കണം. ആളുകളെ പരിപാടികളിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓനൊന്നും വരൂല എന്ന് നമ്മൾ പറയും, വരൽ അവന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇത്തരം വിഷയത്തിൽ അവരവരുടെ റോളുകൾ എടുത്ത് മുന്നോട്ട് പോകണം. നമ്മൾ എപ്പോഴാണ് അവസാനിക്കുന്നതെന്നോ, നമ്മൾ എപ്പോഴാണ് ഒന്നിനും പറ്റാതെ വീട്ടിലൊരു മൂലയിൽ മൂത്രം മണക്കുന്ന റൂമിൽ എങ്ങനെ മരണം കാത്ത് കിടക്കുന്ന ദീർഘകാലത്തെ കിടത്തങ്ങൾക്ക് വിധേയമാകുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും വ്യക്തിപരമായി അവലോകനം ചെയ്യുക, ദീന് ആഴത്തിൽ പഠിക്കുക. ഇവിടുന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പാഠമാണ്. നമ്മൾ ദീനിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളൊക്കെ ഉണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ പരീക്ഷ എത്തുകയാണ്. ഓരോ വീട്ടിലെ മുഴുവൻ ആളുകളും പരീക്ഷ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ നമ്മൾ തീരുമാനിച്ച്. സൂറത്തു ഹജ്ജാണ്, അമാനി മൗലയുടെ പരിഭാഷയെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മളെ മാർക്ക് ആരും കാണൂല, നമ്മളെ കാണുള്ളൂ, വേറെ ആരും കാണൂല. അങ്ങനത്തെ ബേജാറൊന്നും ആവശ്യമില്ല. പഠനത്തിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ അന്നൂർ ഖുർആൻ പഠന പദ്ധതി ഉണ്ട്. പീസ് റേഡിയോ, ജമീൽ അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളിൽ, നമ്മളെ യാത്രയിലോ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സമ്മറൈസ് മോറൽ സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടോ അബദ്ധമൊക്കെ വന്നതിന്റെ ശേഷം പലപ്പോഴും വിളിക്കും കേട്ടോ. ഈ തിരൂരിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ മുന്നിൽ നിന്ന് ഒരു ദിവസം ഒരു ഉമ്മ എന്നെ വിളിച്ചിരുന്നു. എന്താ, മോനെ എൻ്റെ ഉള്ളിലാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് കൂട്ടിയിരിപ്പുകാർ കൂടെ വേണം, മോനെ സെല്ലിലിട്ടാലും പുറത്താള് വേണം.
അപ്പൊ ആ ഉമ്മ പറയാണ്, അവനെ ഗർഭിണിയായ സമയത്ത് എൻ്റെ വയറ് കൊളത്തിയിട്ട്, എനിക്ക് ആദ്യത്തെ ഗർഭാണ്, 18 വയസ്സായിട്ടുള്ളൂ, വയറ് കൊളത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആളില്ലാഞ്ഞിട്ട് ഞാൻ മുട്ടുകാലിൽ ഇഴഞ്ഞു പോയി മൗലവി കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട്. അതാ എനിക്ക് ഓർമ്മ വരുന്നത്. പലപ്പോഴും എന്താ അറിയോ, സംവിധാനങ്ങളിലേക്കൊന്നും നമ്മൾ മക്കളെ എത്തിക്കൂല. നമ്മളെ സമ്മർ ക്വസ്റ്റ് എന്ന് പറഞ്ഞ പീസ് റേഡിയോ പിന്നെ ബിസിനസ് സ്റ്റുഡൻസ് ഒന്നിച്ച് നടക്കുന്ന പദ്ധതിയിൽ മക്കളെ ചേർത്ത ആളുകളൊന്ന് കയ്യൊന്തിക്ക്. സമ്മർ ക്വസ്റ്റിൽ മക്കളെ ചേർത്ത ആൾക്കാർ, ഇതാണ് നമ്മളെ കുഴപ്പം. ഉണ്ടോ? ഒറ്റൊന്നുമില്ല. ഇനി കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ആരിസ് മുല്ലിനെ കിട്ടുമോ, അവരെ കിട്ടുമോ, എവിടെ വേണമെങ്കിലും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഇതാണ് പരിപാടി. നമ്മളെ കുട്ടികളെ, ഇപ്പൊ അതിൽ ചേർന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിക്കുക, ഒരു ഫോൺ എടുക്കണില്ല, അവർക്ക് ഇഷ്ടം പോലെ വർക്കാ, റാങ്കിനുള്ള മത്സരം എടുക്കണേ. ഒന്നിലും നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യണ്ട, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പാരൻസ് സത്യസന്ധമായി മാർക്ക് ഇടുമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത് കൃത്യമായി ഇങ്ങനത്തെ സംവിധാനം ഈ വേനൽക്കാലത്ത് വേറെ ഏത് കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കിയത്? നിങ്ങൾ വെറുതെ ഒന്ന് കയറിയും പീസ് റേഡിയോയിൽ കോഴ്സ് ഓപ്ഷനിൽ കയറിയ സമ്മർ ക്വസ്റ്റ് എന്നുള്ളത് LP UP ഉണ്ട്, ഒന്ന് പോയിട്ട് എൻറോൾ ചെയ്യും. നിങ്ങൾ പോയി ചെയ്താൽ നിങ്ങൾ 18 വയസ്സിന്റെ താഴെ മേലുള്ളവർക്ക് പറ്റൂല എന്ന് കാണിക്കും. അപ്പൊ അതിന്റെ പ്രൊഫൈലിൽ പറ്റും, ഫാമിലി ഉണ്ട്, ഫാമിലിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതൊന്നും മക്കളെടുത്തേക്ക് നമ്മൾ എത്തിക്കൂല, അതിലൊന്നും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല. പരിഹാരത്തിന്റെ തുരുത്തുകൾ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിലേക്ക് നമ്മൾ വരാതെ പോകുന്ന പ്രശ്നമുണ്ട്. അത് നമ്മളെ ദീനീ പഠനത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടൊരു ജനതയാണ്. നമ്മളുടെ ഉള്ളിലെ വെളിച്ചമേ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഖീദ മനസ്സിലാക്കുന്നിടത്ത് ചെറിയൊരു അബദ്ധം പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ച വഴിയിൽ വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും കർമ്മത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലുമൊക്കെ അത് ഉൾക്കൊണ്ടവരാകാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഈസിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം.